ചിന്തിച്ച ദൈവവചനത്തിൻ്റെ ശേഷമുള്ള ഭാഗം ദൈവകൃപയിൽ ശരണപ്പെട്ട് ധ്യാനിക്കാം. Let's meditate on the words that we continued to talk about last night. 29-ാം സങ്കീർത്തനം 8-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. Please read loudly Psalms 29 verse 8. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. The voice of Jehovah shaketh the wilderness, Jehovah shaketh the wilderness of Kadesh. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. Let's pray. മഹത്വവാനായ ദൈവമേ, നല്ല രാത്രിക്കായി സ്തോത്രം. കൂടപ്പെട്ടവരെ എല്ലാവരെയും ആശീർവദിക്കണം. അങ്ങയുടെ അഭിഷിക്തന്മാരെ ജനത്തെ എല്ലാം കടാക്ഷിക്കുന്നു, തൃക്കൺ പാർക്കണം. പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുകയാണ്. കൃപയിൽ ശരണപ്പെടുന്നു ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. Amen. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. Let's lift our hands and voices and praise God. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. The voice of Jehovah shaketh the wilderness, Jehovah shaketh the wilderness of Kadesh. ഒരിക്കൽ കൂടി കരം ഉയർത്തി ഹല്ലേലൂയ പാടാം. Let's lift our hands and say hallelujah. ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ, ജീവപറുദീസിനാനന്ദക്കുയിലേ, ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ, ജീവവൃക്ഷക്കൊമ്പിന്മീതിലിരുന്നു ജീവമൊഴി മധുരമായി പാടുക നീ ദിനവും. കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ. കാരണനായ പരാപരനേയൻ മരണകാരി മകാസുരചീർജം. കാരണനായ പരാപരനേയൻ മരണകാരി മകാസുരചീർജം. തിരയുടച്ചുതർപ്പതിനായി തിരതയുടവനിൽ അവതരിച്ചോരു കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പാപമതാഞ്ജലി പൂണ്ടുടലാകെ വികരമായ വിധം മലിനത്വം. പാപമതാഞ്ജലി പൂണ്ടുടലാകെ വികരമായ വിധം മലിനത്വം. ചെറുവിരൂപതയാർന്നൊലി വന്നു എരുവണ്ണിനരികതിൽ ഭാഗ്യമുണ്ടായിടുവാൻ. കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ. പന്നികളിലും നടവിട് പൂജിച്ച നിത്യമകാലങ്ങൾ മറന്നുപോയി സാധു. പന്നികളിലും നടവിട് പൂജിച്ച നിത്യമകാലങ്ങൾ മറന്നുപോയി സാധു. മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞടിന്നു വരും നിന്നും. കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ. നിൻവലങ്കൈ നിവർത്തന്നെ തലോടി നിൻമുഖത്താലെന്നെ ചുംബനവും ചെയ്തു. നിൻവലങ്കൈ നിവർത്തന്നെ തലോടി നിൻമുഖത്താലെന്നെ ചുംബനവും ചെയ്തു. നിന്നുടെ എനിക്കതിമോതിരം ചെരുപ്പും നടുവിന്നും ഒന്നുപോലെ തന്നു പോറ്റുന്നെന്നെ. കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ. ജീവപറുദീസിനാനന്ദക്കുയിലേ ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ, ജീവപറുദീസിനാനന്ദക്കുയിലേ ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ. ജീവവൃക്ഷക്കൊമ്പിന്മീതിലിരുന്നു ജീവമൊഴി മധുരമായി പാടുക നീ ദിനവും. കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ കരളൽ യുഗദിനമനു കാരുണ്യ പൂരാ കടലേ. ആർപ്പുവദീപ മനോഹരമാന്നിൻ സകലജലേ മാളിക മുറിയിൽ. ആർപ്പുവദീപ മനോഹരമാന്നിൻ സകലജലേ മാളിക മുറിയിൽ. തിരയുഗം വസിച്ചാനന്ദ
കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. May the holy name of our God. നമുക്ക് ദൈവത്തിന്റെ വചനം ശാന്തമായിട്ട് ധ്യാനിക്കാം. Let's think about the word of God today. ഈ പ്രാവശ്യം അനേക ഇടങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. God gave me the privilege to minister in many places. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. May God bless us this evening. ദീർഘ നാളുകളായി അനേക ഇടങ്ങളിൽ വചനം പറയുവാൻ ദൈവം ഭാഗ്യം നൽകി. God gave me the privilege to say the word of ഞാൻ God. ഓരോ സമയവും വചന ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ എന്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്താണ്. Every single time I stand up here, my heart is praising God. ഏറ്റവും പ്രഥമമായ കാര്യം Mostly is the why. നമ്മേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായിരുന്നു ദൂതന്മാർ. Because the angels were more privileged than we were. 28-ാം അധ്യായം താഴോട്ട് പഠിക്കുമ്പോൾ വൈഡൂര്യം മാണിക്യം നഗവർണി ഉച്ചിരാഗം ഗോവേരകം പൽമരാഗ സുഗന്ധരക്തം ഇത്യാദി നവരക്തങ്ങളാലാണ് ഇവരെ നിർമ്മിച്ചത്. Understand that many jewels was done and many pearls were put together as the angels were formed. ജ്ഞാനസമ്പൂർണ്ണരും സൗന്ദര്യ സമ്പൂർണ്ണരുമായിരുന്നു. And that understand that he was filled with wisdom and knowledge. വളരെ ആരോഗ്യം കരുത്തുള്ളവരായിരുന്നു. And was a very strong person. വളരെ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവങ്ങളായിരുന്നു. And was much more beautiful than അങ്ങനെ us. നമ്മേക്കാൾ സൗന്ദര്യമുള്ള ജ്ഞാനമുള്ള കഴിവുള്ള ശ്രേഷ്ഠതയുള്ള അങ്ങനെ സൗന്ദര്യ സമ്പൂർണ്ണരായ ഈ ദൂതന്മാർ These angels that were much greater and privileged than we were, ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു, ദൈവം കൊടുത്തില്ല. they wanted to minister, do this ministry, but God did not give that. എന്നാൽ യാതൊരു യോഗ്യതയും യാതൊരു അർഹതയില്ലാതെ എനിക്കും നിങ്ങൾക്കും ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. But those of us who will not deserve it, they enable us to do this ministry. അതുകൊണ്ട് ദൂതന്മാർക്കൂടെ ലഭിക്കാത്ത പദവിയായിരുന്നു ദൈവം നമുക്ക് So തന്നിരിക്കുന്നത്. understand that this is a privilege that the angels did not receive. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Every single time I stand up here, my heart praises ചില God. നാളുകൾക്ക് മുമ്പ് 9 മാസം എന്റെ ശബ്ദം അങ്ങടങ്ങി, ശബ്ദം വിടാൻ മേലായി. A few time ago, for about 9 months, my voice was gone. തുരുത്തിക്കാട് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു, വലിയ ഉണർവുണ്ടായി. ആമേൻ. ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടു. അന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. അന്ന് രാത്രി എന്റെ ശബ്ദം അടങ്ങി. After the revival meeting, many came to Christ, many will say that night my voice was shut. 9 മാസം എനിക്ക് ശബ്ദം എടുക്കാൻ പറ്റാ. For 9 months I didn't have a voice. സാധാരണ എന്റെ കുടുംബജീവിതത്തിന്റെ രീതികള് രാവിലെ ഒരു 4:45 ഞാനും വൈഫും കൂടെ എഴുന്നേറ്റ് ഒരു 4-4 പാട്ടുമൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്ന പതിവുണ്ട്. What happens every morning at 4:45, my wife and I get up and we sing 4 or 5 songs and we start to worship God. എന്നാൽ എനിക്ക് 9 മാസം പാടാൻ മേലായി. For 9 months I could not worship. വളരെ മനപ്രയാസമായി. And I was upset about it. ചികിത്സകളൊക്കെ ചെയ്യണം, ഡോക്ടറെ കാണണം, തൊണ്ട കൊണ്ട് കാണിക്കണമെന്ന് പലരും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ നിർദ്ദേശിച്ചെങ്കിൽ അതിനൊന്നും ഞാൻ മുതിർന്നില്ല. Many that love me said you need to go see a doctor, but I ഓരോ didn't. ദിവസവും കൈവച്ച് പ്രാർത്ഥിക്കും. Every day I put my hands and I pray. എല്ലാ ദിവസവും പതിപോലെ എഴുന്നേറ്റിരിക്കും. പക്ഷേ എനിക്ക് പാടാനൊന്നും വയ്യ. ഇരുന്നോണ്ട് കട്ടിലിനടുത്ത് കസേര ഇരുന്നോണ്ട് പ്രാർത്ഥിക്കും. Every day I get up at 4:45 like I usually do, but I could not say my prayer. ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. But in my heart I pray. എന്തിനേറെ വളരെ എന്നെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. Many that love me prayed for me. എന്റെ ശബ്ദമൊന്നും കൊള്ളുകയല്ല. നിങ്ങൾക്ക് അത്ര സുഖപ്രദമൊന്നുമല്ല ശബ്ദം കേൾക്കുന്നത്. അരോചകത്വം ഉണ്ടാക്കും ചിലർക്ക്. പണ്ട് ഉണ്ണായിമാരുടെ നവചരിതത്തിൽ പറഞ്ഞു, ചകതല് ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില പൂജിതങ്ങൾ, കുടിയകർണ ശൂലങ്ങൾ, കുസുമസൗരവൻ, നാസ കുകര സരസൈരിവം, അതിദുഃഖ കാരണം, നാരാമ സഞ്ചാരണം, മിന്നൽ കൊടി ഇറങ്ങി വരികയോ, വിധമണ്ഡലം ഇറങ്ങിച്ചില്ലെങ്കിൽ പോരുകയോ, സ്വർണ്ണവർണ്ണമാ മന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്ക് നല്ല പിയൂക്ഷം ചരികയോ എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് കർണത്തിന് അരോചകത്വം ഉണ്ടാകും. പക്ഷേ എനിക്ക് പാടാതിരിക്കാൻ ഒക്കത്തില്ല. But you know, my voice is something that's not pleasant and you won't be able to, most of you may not like it, but understand this, despite the fact that it's not pleasant, I cannot stop singing. അടുത്ത കാലത്ത് ഞാൻ നാട്ടിലൊരു കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. Recently I said in a convention that I cannot sing. മൂപ്പൻ ചോദിച്ചു, പാടാൻ വന്നതാണോ പ്രസംഗിക്കാൻ വന്നതല്ലേ? So one elder asked me, did you come here to sing or to speak? ഞാൻ പറഞ്ഞു എന്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ പ്രാർത്ഥന, പാട്ട്, പ്രസംഗം, ഇതേ ഉള്ളു. വേറെ പണിയില്ല. വേറെ പണിയുള്ള മാസ്റ്റർമാരുണ്ട്. വണ്ടി കച്ചവടം, മസ്ത കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ബ്രോക്കർ പണി. എനിക്ക് പണിയൊന്നുമില്ല. എനിക്ക് 26 കൊല്ലമായിട്ടുള്ള പണി പാട്ട്, പ്രാർത്ഥന, പ്രസംഗം, ഇതൊക്കെ എന്റെ പണി. So I told him for 26 years what I do is I sing, I pray and I speak. Unlike many other pastors that may have other kind of activities, business activities, I don't have any of those. All I do is serve the word of God. ഒരു ദിവസം രാവിലെ ഞാനും വൈഫും കൂടെ എഴുന്നേറ്റ് ദിനചര്യകൾ കഴിഞ്ഞ്
രാത്രിയായപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഇരുന്നു. So one evening I was sitting with my wife at about 4:30. എനിക്ക് പാടാനൊന്നും വയ്യ. I cannot sing. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. And she went to the kitchen to get me some coffee. ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. I prayed in my heart like അത് this. എന്തോ എനിക്ക് ഹൃദയത്തിലൊരു ചിന്ത, എനിക്ക് ഉറക്കി വന്ന് പ്രാർത്ഥിക്കണം. And so my heart said to pray loudly. ഞാൻ അല്പം ശബ്ദമെടുത്ത് പ്രാർത്ഥിച്ചു. I started to use my voice. അപ്പോൾ തൊണ്ടയ്ക്ക് ഒരു സുഖം പോലെ തോന്നി. And my throat started to get better. ശരി പാട്ടൊന്ന് പാടി. And so I started to sing 2 verses. അപ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. And so I started to think that I can sing. എന്തിനേറെ ഞാൻ ഉറക്കെ പാട്ട് പാടി. And so all of a sudden I started to sing loudly. പുള്ളിക്കാരി കാപ്പി ഒന്നും കൊണ്ട് തന്നില്ല. പുള്ളിക്കാരി കൂടി വന്ന് ഞങ്ങൾ രണ്ടു കൂടെ പാട്ട് പാടി. She didn't bring any coffee. She came, ran down, and we started to sing together. പഴയ പാട്ടാണ്. Old song. പാട്ടുകാരി മൈക്ക് എടുത്തോണ്ടിരിക്കണം. And so I want the singer to have another mic. ഇതിന്റെ ആശ്വാസത്തിന് It's for the നാട്ടിലൊക്കെ വലിയ കൊല്ലന്റെ അവിടെ ചെല്ലും ഈ പണ്ട ആന. അപ്പൊ ഈ ഇരുമ്പ് അങ്ങോട്ട് വെച്ച് പരിപ്പിച്ചു അത് ചെമ്പരത്തി പോലെ ചുമക്കുമ്പം അങ്ങോട്ട് വെക്കും. അപ്പം കൊല്ലന്റെ വലിയ കൂടമുണ്ട്. ഇത് അങ്ങോട്ട് വെച്ചിട്ട് പുള്ളി ഒറ്റ അടിക്കും. അപ്പം കൊല്ലത്തെ അടുത്തിരുന്ന് ചെറിയ കുട്ടിക്ക് രണ്ടടി അടിക്കും. ഒരടി അടിക്കും അവരത് കണ്ടടി. ഈ അടിയൊന്നും പുള്ളിക്ക് വലിയ ഇങ്ങനെ ആശ്വാസമല്ലെങ്കിലും പുള്ളിക്കൊരു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വലിയ കൂടത്തിന് അടിച്ചോളാം. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. So we started to sing together. പാട്ടിങ്ങനെ കഷ്ടത്തിലും കഠിന നഷ്ടത്തിലും തുടരെ കഷ്ടത്തിലും കഠിന നഷ്ടത്തിലും തുടരെ പുഷ്ടിപ്പെടുത്തിയെന്നെ നീ പരമേശ പുഷ്ടിപ്പെടുത്തിയെന്നെ നീ പരമേശ പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും കേട്ടാകറ്റുന്ന മമ നീടാർന്ന നായക കേട്ടാകറ്റുന്ന മമ നീടാർന്ന നായക പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും എന്നുള്ള മാറുമക ദേവാലയത്തിൽ നിന്ന് എന്നുള്ള ദേവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്ക് വന്ദനം പരമേശ പൊങ്ങും നിനക്ക് വന്ദനം പരമേശ പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും. ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് രാവിലെ ഈ പാട്ട് പാടി ആത്മാവിൽ നിറഞ്ഞു. And so that morning the two of us started to sing this song and we were filled with the Spirit. എങ്കിലും പണ്ട് പാടിയതുപോലെ ഉച്ചസ്ഥായി പാടാനും ഒന്നും പറ്റി ശ്വാസം കിട്ടുകയില്ല. എങ്കിലും പാട്ട് പാടുന്നുണ്ട്. Even though I could not sing like old times, I was able to sing. കർത്താവിനെ സാക്ഷിപ്പാനും ശുശ്രൂഷിപ്പാനും ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് So I thank God for every opportunity that He gives me to minister. ഞാൻ എന്റെ ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എല്ലാവർക്കും ഒന്നും തൃപ്തി വരികയില്ല. The ministry that God has appointed me to do, not everyone would like it. ഒന്ന് വിളിക്കുന്നിടത്ത് പിന്നെ ചിലർ വിളിക്കാറില്ല. ചിലർ വിളിക്കും, ചിലർ വിളിക്കുകയില്ല. Some people, they won't invite me back. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ കയറി വന്ന് ഇരിക്കടാന്ന് പറഞ്ഞ ബിരുദന്മാരും ഉണ്ട്. There are people that came up to me on stage while I was speaking and told me to sing. ഒന്നും തൃപ്തി വരികയില്ല. But no, not everybody would like it. കർത്താവിന്റെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. Even in the time of Jesus, it was that way. അപ്പം നുറുക്കിയപ്പോഴും അപ്പം കഴിച്ചപ്പോഴൊക്കെ ആൾ ഭയങ്കര തേളായിരുന്നു. When the bread was served, there was a lot of people. രോഗശാന്തിക്ക് വലിയതുള്ളായിരുന്നു. Even for healing, there was a lot of people. ഒരു സഹോദരി വന്ന് ദേഹത്ത് തൊടാൻ പറഞ്ഞതാ. പക്ഷേ തെള്ളു കാരണം ദേഹത്ത് തൊടാൻ അതിലെ തുണി തൊട്ടപ്പോ അവർക്ക് ടപ്പെന്ന് സൗഖ്യം കിട്ടി. Even a woman, he did not want to go there, but touched his garment and got അവരുടെ healed. ഭൂമി വന്നപ്പോ ഇരിക്കാൻ ഇടപോലുമില്ല. ഒരുത്തനെ പെരമുളിച്ചാൽ ആളോട്ടേക്ക് വെച്ചു. And one person, they opened up the roof and put him down. എന്നാൽ ഉപദേശ വിഷയത്തിലോട്ട് കയറിയപ്പോൾ ആൾക്കാരെല്ലാം മടങ്ങി പോകാൻ. But as soon as he started to enter the word of God, people started to leave. അത് അന്നും അങ്ങനെ ഇന്നും അങ്ങനെ നാളെ അങ്ങനെ കർത്താവിന്റെ വരവ് വരെ It അങ്ങനെയായിരുന്നു. is that way, that day, now, and even until the coming of Christ. എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനോട് വലിയ തൃപ്തിയില്ല. I am not satisfied with pleasing man. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. We need to please God. ഇത് ഈ ഓരോ പ്രസംഗത്തിനും അവിടെ ചെല്ലുമ്പോൾ കൂലിയുണ്ട്. ഇവിടെ കൂലിയൊക്കെ കുറയ്ക്കും. കാരണം ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ കൂലിയൊക്കെ കുറയ്ക്കും. അതുകൊണ്ട് അത് പോട്ടെ. അപ്പം അവിടെ ഇതിനെല്ലാം കൂലിയുണ്ട്. It is quite possible that when I speak, if people don't like it, they won't pay me. But കൂലി അവന്റെ മക്കളുടെ പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. the reward is up there. അതുകൊണ്ട്
ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരും ദൈവവചനത്തോട് നീതി പുലർത്തുന്നവരായിരിക്കും. So we should always be faithful to the word of God. തന്നെയല്ല, ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ പറയും ഇന്ന കാര്യം പറയരുത്, ഇന്ന കാര്യം പറയണം, ഇന്ന് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാ. പക്ഷേ ഞാനും വിഷമിക്കാറുണ്ട് ചിലയിടങ്ങളിൽ. In some places people tell me don't say this, don't say that, you may want to say it, and I suffer with that. സൈമൺ സാർ ഒരു കഥ പറഞ്ഞു. And so Simon Saul said this story. ഒരു അപ്പൻ ഒരു മോനുമായിട്ട് തുന്നക്കാരൻ്റെ അടുക്ക ചെന്നു, തയ്യക്കാരൻ്റെ അടുത്ത്. And so this father and son went to a tailor. 8 വയസ്സുള്ള പയ്യൻ, 8-year-old boy, 1/2 മീറ്റർ തുണി, a half meter cloth, മിടുക്കനായ തയ്യക്കാരൻ. and a man who was a really good tailor. തുണി തയ്യക്കാരൻ്റെ അടുക്ക ചെന്നു. And took the cloth and went to the tailor. അപ്പൻ തയ്യക്കാരനോട് പറഞ്ഞു, അവന്റെ അളവെടുക്കാൻ പറഞ്ഞു, നിക്കർ തയ്പ്പിക്കാൻ. And said, take the measurement of my child. തുണി തരാൻ പറഞ്ഞു തയ്യക്കാരൻ. And the man said, give me the cloth. 1/2 മീറ്റർ തുണി കൊടുത്തു. Gave him half meter cloth. മിടുക്കനായ തുന്നക്കാരൻ എന്റെ അളവെടുത്തു. And started to take the measurements. അളവെല്ലാം എടുത്ത് കുറിച്ച് വെച്ചു. And noted the measurements. അപ്പൊ അളവെല്ലാം എടുത്തു കഴിഞ്ഞപ്പോ അപ്പം പറഞ്ഞു, അവന്റെ മൂത്തൊരുത്തനുണ്ട് 12 വയസ്സുള്ളവൻ, അവനും വല്ലപ്പോഴും ഇടണമെന്ന് പറഞ്ഞു. And so he said, there's an older boy who's 12 years old, he also has to wear this sometime. തയ്യക്കാരൻ മിടുക്കനായതുകൊണ്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ പരുവത്തിനടിക്കാന്ന് പറഞ്ഞു. And so the man, the tailor was smart, so he said, I will do it. ഇളയൊരുത്തനുണ്ട് 4 വയസ്സുകാരൻ, അവനും ചിലപ്പോ ഇടയ്ക്കൊന്ന് ഇട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. And he said, there's another younger boy who's 4, he might also put this on. 1/2 മീറ്റർ തുണി, All you have is half. അളവ് 8 വയസ്സുകാരൻ്റെ. And there's a measurement of 8-year-old. 4-കാരനും 8-കാരനും 12-കാരനും. 4-year-old, 8-year-old, 12-year-old. ഇറങ്ങാൻ നേരത്ത് അപ്പം പറഞ്ഞു, ഞാനും വല്ലപ്പോഴും ഒന്ന് ഇടുമെന്ന്. And as he was leaving, the father said, I may also wear this sometime. തുണി ആകെ 1/2 മീറ്റർ, And only half meters. ഇടുന്നത് പല പ്രായത്തിലുള്ളവരെ. And many people have to wear this. തയ്യക്കാരൻ പിന്നെ ഒരു പരുവത്തിന് തയ്ച്ചു കൊടുത്തെന്നാ കേട്ടത്. And I heard that this tailor made it in some നമ്മൾ way. ഈ ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ വചനം മാത്രം താല്പര്യമുള്ളവരുണ്ട്. There are people that only wants the word of God. നാട്ടിനോട് താല്പര്യമുള്ളവരുണ്ട്. There's some that wants the song. ഉപദേശം തന്നെ പറയണമെന്ന് There's താല്പര്യമുള്ളവരുണ്ട്. some that only wants to speak doctrine. ശാസ്ത്രം പ്രസംഗിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുള്ളവരുണ്ട്. Some people just want philosophy. പിന്നെ ലളിതമായിട്ട് മാത്രം പറഞ്ഞാൽ തൃപ്തി വരുന്നവരുണ്ട്. Some people like it only when you speak softly. പിന്നെ ദുരുപദേശത്തിനെതിരെ പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. Some people want you to go against the ഉപദേശം കൊണ്ട് അധികം വേർപാടൊന്നും പറയേണ്ട, ഒരു പൊത്തുബന്ധത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പല ആൾക്കാരെ യോഗത്തിന് വരുന്നത്. Many people don't want us to talk about salvation. അപ്പൊ ഇതെല്ലാം കൂടെ പരുവത്തിന് തയ്യക്കാരൻ പറഞ്ഞ പോലെ ഞാനും ഇന്ന് അങ്ങോട്ട് നിൽക്കുക. So based on all of these things, just like the tailor, I also have to construct my. ദീർഘവർഷങ്ങളായി കർത്താവിനെ സാക്ഷിക്കുന്ന അഭിഷിക്തരായ ദൈവദാസന്മാർ ഇന്ന് രാത്രി ഉള്ളതിൽ ഞാൻ ദൈവത്തെ I മഹത്വപ്പെടുത്തുന്നു. thank God for the men of God who are serving God. ഞാൻ അധിക നാളൊന്നും ആകില്ല, 26 വർഷമേ ആയുള്ളെങ്കിലും ആദ്യ തലമുറയൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും 2ാം തലമുറയിൽപ്പെട്ട പല കർത്തദാസന്മാരുടെ കൂടെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. Even though I have not seen the first generation Malayali pastors, I have stood with many of the second generation and ministered with them. ഞാൻ കോട്ടയത്ത് രാമനാഥൽ ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത്. എം.ഇ. ചോക്ക സാറിന്റെ അധ്യാപകനാണ്. എന്നോട് വലിയ താല്പര്യമാണ്. കാരണം എല്ലാ ആഴ്ചയും വരുമ്പോൾ 10 വാക്യങ്ങൾ കൊണ്ട് കാണാതെ പറയും. അങ്ങനെ എനിക്ക് വചനത്തിനോട് വലിയ താല്പര്യമാണ്. So M.E. Chacko pastor really liked me because every single time I saw him, I would memorize 10 verses, so he would like me. ബൈബിൾ സ്കൂളിൽ പഠിച്ചതിൽ ഏറ്റവും ചെറുപ്പം ഞാനായിരുന്നു. എനിക്ക് 15 വയസ്സേ ഉള്ളായിരുന്നു. I was only 15 and I was in Bible school. സാറിന് വലിയ താല്പര്യമായിരുന്നു. And he was so അതുപോലെ എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചവരാണ് പി.ജി. മാത്യു സാറ്, ഗാനോച്ചനെ, മുണ്ടിയപ്പള്ളിയിലെ കെ മാത്യു ചാന്, അങ്ങനെ പ്രശസ്തരായ പല കർത്തദാസന്മാർ എന്നെ പി.ടി. മാത്യു, മൈക്ക് മത്തായിച്ചൻ എന്ന് അവരുനാമത്തിൽ അറിയപ്പെടുന്ന പി.ജി. മാത്യുസിന്റെ ഫാദറിലോ അദ്ദേഹം എന്നെ ദൈവം പഠിപ്പിച്ചു. and many great men of God that you know, they taught me the word of God. എന്റെ കൂട്ടുകാരെല്ലാം പഴയ ആൾക്കാരാണ്. And all my friends are old people. എനിക്ക് ഇപ്പോഴത്തെ ഈ പുത്തമ്പൂറ്റ് പരിപാടി വന്നിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ ലാബിന്റെ നിർമ്മിതി എന്നുള്ള കൂട്ടത്തിൽ എന്നെ കാണുമ്പോഴും അറിയാമല്ലോ. And when you look at me, you can say that I'm not into a lot of modernism. ഇപ്പോഴത്തെ പല കൂത്തുകളിയോടും എനിക്ക് യോജിക്കാനൊക്കെയല്ല. And many things that happens in this modern times, I cannot do it. സീനിയറായ പല കർത്തദാസന്മാരുടെ കൂടെ ശുശ്രൂഷയ്ക്ക് നിൽപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. And God gave me the privilege to minister the word of God with the senior pastors. അതുപോലെ തന്നെ വീട്ടിൽ ജോസഫ് അപ്പച്ചനെ, മുണ്ടിയപ്പള്ളി ചാക്കോ ചായനെ, പി.എം. സാറിനെ ഞാൻ ഒരിക്കൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. And so for many people, I've translated for them. അങ്ങനെ സീനിയറായ പല കർത്തദാസന്മാരുടെ ശിരസിൽ ജീവിച്ച് പ്രാർത്ഥിച്ചു അവരുടെ കൂടെ ശുശ്രൂഷയ്ക്ക് അവരിൽ നിന്ന് പലതും കണ്ടും കേട്ടും പഠിപ്പാൻ ദൈവം ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് ഭാഗ്യം നൽകി. From my young age, I was able to learn from this great man of God. അതെല്ലാം എന്റെ ശുശ്രൂഷയ്ക്ക് വളരെ And അനുഗ്രഹമായിരുന്നു. all of that was a blessing in my ministry. ഇപ്പോഴത്തെ സീനിയർ പാസ്റ്റർമാരുടെ കൂടെ നിൽക്കുകയല്ല. ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ ഇപ്പോൾ ബൈബിൾ സ്കൂളും പഠിക്കേണ്ട, വീട്ടിൽ ഇരുന്നല്ല അങ്ങ് പഠിക്കാം. പിന്നെ എല്ലാം ഇത് മാറ്റി എടുത്താൽ മതി. 7 പോയിന്റുമായിട്ട് വരും. 2 പോയിന്റ് പറയുമ്പോൾ ബഹളമാകും. ആദ്യം പിന്നെ 3-4 പോയിന്റ് പറയാം. പിന്നെ മുഴുവൻ അങ്ങ് ഗ്രീക്കാം. ചിലര് മൊത്തം അങ്ങ് ഗ്രീക്കാം. ചിരിക്കുന്നത് കൂടെ ഗ്രീക്കില്ല. ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. ഇപ്പോഴത്തെ പരിപാടി. So now what happens is that you don't even have to go to Bible school. You can sit home and study. And what happens is you can even just get what you need to speak. And you speak in 7 points. And you say about 2 points. And then you start to shout a lot. And some people will actually use Greek and they even laugh in Greek. മോശയുടെ കൈക്ക് വെള്ളമടിച്ച യോശുവയാണ് പിന്നെ ശുശ്രൂഷയിൽ രംഗത്ത് വന്നത്. And Moses actually appointed Joshua to continue the ministry. അതുകൊണ്ട് കർത്താവിനെ സാക്ഷ്യപ്പാൻ ദൈവം നൽകുന്ന വിധപ്പെട്ട നിമിഷങ്ങൾ
ദൈവത്തിനായി സ്തോത്രം. So I thank God for this time that God has given me. ഇന്ന് രാത്രി ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. May God bless each one of us. നമ്മളെ ചിന്തിച്ചു വന്ന വാക്യം 29 സങ്കീർത്തനം 8 വാക്യം. We came to Psalms 29 verse 8. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. The voice of God comes to the wilderness, it comes to the കർത്താവ് Kadesh. വരാൻ താമസിക്കുന്നെങ്കിൽ നാളെ രാത്രി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലായിരിക്കും ഞാൻ സംസാരിക്കുവാൻ പ്രാർത്ഥിച്ച് ചിന്തിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഇന്നലെ എടുത്ത വിഷയത്തിന്റെ പിന്തുടർച്ചയായിട്ട് ചില കാര്യങ്ങളോട് ചിന്തിച്ച് നമുക്ക് യോഗം അവസാനിപ്പിക്കാം. We are going to continue meditating on what we started yesterday. Tomorrow I'm going to speak about the second coming of Christ. ഇന്നലെ അല്പ സ്പീഡും ഒക്കെ കൂടിപ്പോയി, അത് എനിക്ക് മനസ്സിലായി. ഇന്ന് കഴിവിന്റെ പരമാവധി സ്പീഡ് കുറച്ചാ പറയുന്നത്. Yesterday I spoke really fast and trying my best not to speak that fast. ഇന്നലെയും ഇന്നും നല്ല പരിഭാഷയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദൈവം നിങ്ങളെ രണ്ടുപേരെയും ആശീർവദിക്കട്ടെ. May God bless the two translators. ദൈവത്തിന്റെ വചനത്തിൽ ധ്യാനിക്കാം. Let's go meditate on the word. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ The നടക്കുന്നു. voice of Jehovah shaking the wilderness, Jehovah കാദേശ് മരുഭൂമിയെ നടക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. The voice of God shake the wilderness. എന്തുകൊണ്ടാണ് കാദേശ് നടക്കിയത്? കാദേശ് നടക്കാനുള്ള കാരണം Why did Kadesh shake? നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്തു കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. Kadesh was a place that was near Canaan. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യമാണ് അതിന് തെളിവിന് വായിച്ചത്. Deuteronomy chapter 2 verse 13 and 14 of the proof ഇപ്പോൾ of that. എഴുന്നേറ്റ് സേരേതോട് കടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേതോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരേതോട് കടക്കുമ്പോഴാകാലം 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രാണികൾക്ക് നിന്ന് മുടിഞ്ഞുപോയി അവർ മുടിഞ്ഞു തീരും വരെ അവരെ നശിപ്പിക്കുവാൻ യഹോവയുടെ കൈ അവർക്ക് പ്രാണികത്തിൽ വിരോധമായിരുന്നു. കനാനോട് ഏറ്റവും അടുത്ത സ്ഥലമായിരുന്നു കാദേശ്. Kadesh was nearby Canaan, and it was in the place by the brook of Zered, where God said to rise up and go over the brook of Zered and go into the Kadesh. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിൽ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു. Canaan was the place in this world that was so good. അതാണല്ലോ ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. That's what we thought about last night and ended. കനാൻ നാടിന്റെ പ്രത്യേകത. What is so special about the land of Canaan? ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടും, ആവർത്തനം 11-ന്റെ 10, 11, 12, 106-ാം സങ്കീർത്തനം 24, പുറപ്പാട് 3-ന്റെ 7, 8. അതിൽ ആവർത്തന പുസ്തകം 8-ന്റെ 7, 8 ഒന്നുകൂടെ വായിക്കാം. Now let's look at Deuteronomy chapter 8 verse 7 and 8. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ഗോതമ്പയവും മുന്തിരി അത്തി മാതളമുള്ള ദേശം. ഒലിവൃക്ഷവും തേനുമുള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പ് അടിക്കുന്നതും മലകളും താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. For Jehovah thy God bringeth thee in a good land, a land of brooks of waters, of fountains and springs. For Jehovah thy God bringeth thee into a good land, a land with wheat and barley and wines and fig trees and pomegranates, a land of olive trees and honey. When God brings you to this land. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, What you read in Deuteronomy chapter 8 verse 7. അല്ലയോ ഇസ്രായേലേ, O Israel, നിന്റെ ദൈവമായ യഹോവ your God Jehovah, നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ you are കൊണ്ടുപോകുന്നത്. bringing you to a good land. അത് പറയാൻ കാരണം Why did he say that? ഇവര് ശരീരം കൊണ്ടും മിസ്രയീം വിട്ടു പോന്നെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീം. Even though they physically left the land of Egypt, for mentally and emotionally they did not leave it. അതിന്റെ തെളിവുള്ള വാക്യമാണല്ലോ ഇന്നലെ വായിച്ചത്, പ്രവർത്തകരുടെ പുസ്തകം 7-ന്റെ 38, 39. And that's why we read the verse yesterday, Acts chapter 38, 39 the verse 37 and 38. വായിച്ചു മോളെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് സീനായിമലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സ്വാമികളിരുന്നവന് നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് നമ്മുടെ കീഴ്പ്പെടുവാൻ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അപ്പോൾ ശരീരം കൊണ്ട് മിസ്രയീം വിട്ടുപോലെങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. Even though they physically left the land of Egypt, they were in their hearts, they were still in the land of Egypt. ഈ ഹൃദയം കൊണ്ട് മിസ്രയീമിലാകുന്ന തെളിവാണ് ഈ മിസ്രയീമിന്റെ ചിന്തകളും അവിടുത്തെ രീതികളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. This is because their heart is still in the land of Egypt. That's why those thoughts are coming into their mind. ഒന്നാമത്തെ തെളിവ്, The first proof of that, ഈ ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ മുൻപിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം. when they came to the Red Sea, in front of them is the Red Sea and the mountains on sides of
them. പുറകിൽ വലിയ ശബ്ദം കേൾക്കാം. And in the back they hear. ഇസ്രായേല് തലപൊക്കി നോക്കിയപ്പോൾ And they lifted their heads and looked. ഫറവോന്റെ സൈന്യം 600 ഇരുമ്പരഥങ്ങളുമായിട്ട് പാഞ്ഞു വരുന്നു. Pharaoh and the 600 chariots are coming after അപ്പോൾ them. ഫറവോന്റെ രഥത്തിന്റെ കുടിക്കൂറ കണ്ട് ഇവരെല്ലാം ഭയവിഹതരായിട്ട് മോശയോട് പുറപ്പെടുത്തു. Because of this great noise and the Pharaoh and the armies, they started to murmur against Moses. ഇവര് പറയാണ്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? Is it because we didn't have a burial place in Egypt? Is that why you brought us in this place? അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് അടക്ക വിഷയത്തിന് സെമിത്തേരി സെല്ല് അടക്ക ഈ വിഷയത്തിനൊക്കെ ഓട്ടക്കുണ്ടാക്കുമ്പോൾ ഓർത്തു ആള് ഗുണമൊന്നും വന്നതല്ല. And when people started to actually cause problems because of cemetery and funeral places, understand that this person is not redeemed. പുതിയ നിയമത്തിന്റെ ഉപദേശം ആരടക്കുന്നെന്നോ എവിടെ അടക്കുന്നെന്നോ ഉള്ളതല്ല, നിന്റെ ഒടുക്കത്തിനാണ് പ്രാധാന്യം. You know, in the New Testament, it's not where you get buried, but it's the end of your life. That's what matters. ഞാൻ സൂചിപ്പിച്ചല്ലോ, സ്വർഗത്തിൽ ചെല്ലുന്നത് ആരെയും കാണാനല്ല, ആൾക്കാരെ കാണും, പക്ഷേ മറ്റ് ചിന്തകളും വിചാരങ്ങളും ഒന്നും നമുക്ക് ഉണ്ടാകുകയില്ല. Understand, when you go to heaven, you may see other people, but that's not the main reason that you're going. You're not going to have different thoughts there. പറഞ്ഞല്ലോ, സണ്ണിയോട് ഞാൻ പറഞ്ഞു, സണ്ണി സ്വർഗത്തിൽ ചെല്ലുന്നത് ചിഹ്നമേ കാണാനല്ല, സ്വർഗം കണ്ടാൽ മനസ്സിലാകും, പക്ഷേ സ്വർഗത്തിൽ ചെല്ലുന്നത് ചിഹ്നം കാണാൻ, ചിഹ്നം എന്നുള്ള ചിന്ത പോലും വരികയില്ല, കാരണം ഈ ശരീരമല്ല അങ്ങോട്ട് ചെല്ലുന്നത്. Understand, when I speak to Sunny, I said you're not going to see Chinna when you go to the heavens. You won't even have that thought. That's not the reason why you're going there. ചില അമ്മമാര് പറയാറുണ്ട്, അപ്പച്ചൻ പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് അപ്പച്ചനുമായിട്ട് അവിടെ കറങ്ങാനൊന്നുമല്ല, അവിടുത്തെ വഴിയോ അതൊന്നും അല്ല വിഷയം. Many Ammaji says that my Appachan has gone about 8 years ago. I want to go up there. You're not going up there to walk around with your Appachan. You're going there for another reason. ആൾക്കാരെ മനസ്സിലായ തെളിവുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകളും വിചാരങ്ങളും ഇച്ഛകളും ഒന്നും ഉണ്ടാകത്തില്ല ഈ ശരീരമല്ല. Understand, it's not this body, so you will not have the same thoughts that you have here. മണ്ണാകും ഈ ശരീരം, മണ്ണോടോ ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം, മണ്ണോടോ കാകളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ ദൈവ, കാകളം ധ്വനിച്ചിടുമ്പോൾ ആമേൻ. വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും, വിശുദ്ധരെല്ലാരും ആമേൻ. കർത്തൻ തന്റെ സന്നിധിയിലെന്നു മോദിക്കും, കർത്തൻ തന്റെ സന്നിധിയിൽ ആമേൻ. പൊന്തള്ള വീതിയിൽ പുതിയ ജാലത്തിൽ, പൊന്തള്ള വീതിയിൽ പുതിയ പ്രിയനോടു ചേർന്ന് ഞാനും പാടിയുലാമിടുമേ, പ്രിയനോട്. അപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ ഇങ്ങനെയുള്ള ഇവിടത്തെ ചിന്തകളും വിചാരങ്ങളും ഇച്ഛകളും വരത്തിലാണ് ഈ ശരീരമല്ല. So this body is not what goes up to heaven, so the same thoughts will not happen up there. ഞാൻ പറയാറുണ്ട്, I used to say, സ്വർഗത്തിൽ ചെന്നാൽ if you go to heaven, പണ്ടൊരാൾ പറഞ്ഞു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതം കാണുമെന്ന. 1, ഞാൻ പ്രതീക്ഷിച്ച പലരും വന്നിട്ടില്ല. 2, ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും വന്നു. 3, ഞാൻ എങ്ങനെ വന്നെന്ന്. somebody said long time ago that there are 3 miracles that happens in heaven. Many that I expected did not come, many that I did not expect came, and the third one, how did I get up there? കാരണം എന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ വരാൻ ചെല്ലാൻ ഒരു സാധ്യതയും ഇല്ല, പിന്നെ എങ്ങനെയോ വന്നു. But somehow I got there, because when I evaluate myself, there's no way I can get up അങ്ങനെ there. സ്വർഗത്തിൽ ചെന്നാൽ But if you go there, സ്വർഗവുമല്ല വിഷയം. the heavens is not. സ്വർഗം വളരെ ശ്രേഷ്ഠമാണ്. You know, it's very beautiful. 7 സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. 3-ാം സ്വർഗം എന്ന് പറയുന്നു. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. കെറൂബുകളെ, ശ്രാവ്യന്മാരെ, ഗബ്രിയേലെ, മീഖായേലെ, അദ്രിയേലെ, ഊറിയേലെ, തോട്ടങ്ങളെ, വൃക്ഷങ്ങളെ, ഫലങ്ങളെ, വൈഡൂര്യം, മാണിക്യം, നഖവർണ്ണി, കുശരാഗം, ഗോമേതകം, പൽപരാഗം, സുഗന്ധരക്തി, രക്തങ്ങളാൽ അലങ്കൃതമായ പട്ടണങ്ങളെ, പത്തനങ്ങളെ, ഗോപുരങ്ങളെ എന്ന് വേണ്ട ഇത്ര ശ്രേഷ്ഠകരമായ സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗവുമല്ല നമ്മുടെ വിഷയം. സ്വർഗത്തെക്കാൾ വലിയവനുണ്ട് അവിടെ. Understand that when you go, the people that teach us about 7 heavens, 3rd heavens, 1st heaven, 2nd heaven, 3rd heaven, all the pearls, the streets of gold, but all of this is not what matters. When you go up to heaven, it's not heaven that matters. There's one that's greater than the heavens, and that's our God. പ്രിയരേ, സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗവുമല്ല വിഷയം, സ്വർഗത്തെക്കാൾ വലിയവനുണ്ട് അവിടെ. Beloved, if you go up to heaven, heaven is not what matters. അവൻ മോശയെക്കാൾ വലിയവൻ, He is greater than അവൻ ശലോമോനിലും വലിയവൻ, അവൻ ദൈവാലയത്തെക്കാൾ വലിയവൻ, greater than the temple. അവൻ സകലത്തിലും വലിയവൻ, അവൻ സ്വർഗത്തെക്കാൾ വലിയവൻ. He's greater than the heavens. അവനാ നമ്മുടെ വിഷയം. He is what matters to us. അവിടെ മോളേക്ക്
എന്നുള്ള ചിന്തയൊക്കെ വന്നോളൂ. അവിടെ വന്നൊക്കെ കാണാം, വേറെ ചിന്തകളൊന്നും വരികയില്ല. അവനാണ് നമ്മുടെ വിഷയം. Understand that He is all that matters when you get up there. ഞാനൊരു ചിന്തയോടെ ആ ഭാഗത്ത് നിന്ന് സൂചിപ്പിച്ചൊക്കെ പോകാം. I'm going to say something very quickly and go. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ When we go to heaven, യാതൊരു ഊനം കാണുകയില്ല നമുക്ക്. we will not have any sin in us. കാരണം ഈ ശരീരമല്ലല്ലോ, Because it's not this body. തേജസ്സിന്റെ ശരീരമായിട്ട് It's a glorified body. യാതൊരു ഊനവും കാണുക. No sin in us. പിന്നെ ഈ തേജസ്സിന് വ്യത്യാസമുണ്ട്. But there is difference in the glory. ഇവിടെ പരുവക്കേടിലൊക്കെ പിടിച്ച് ഉഴപ്പി തല്ലിയ ആൾക്കാരൊക്കെ അവിടെ തേജസ്സൊക്കെ കുറയും. അത് പൗലോസ് തെളിയിച്ചിട്ടുണ്ടല്ലോ. Paul has said that some people who just kind of walked around didn't do a whole lot of ശരീരത്തോടെ വരുന്നവന്ന് ചോദിക്കുന്നു, മൂടാണ് ഈ വിതയ്ക്കുന്നത് ചട്ടിലേക്ക് തനിയിരിക്കുന്നു, ഈ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ എത്ര ദൈവമോ, ഓരോന്നിനും അതെന്തിന്റെ ശരീരം കൊടുക്കുന്ന സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മനുഷ്യന്റെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമില്ല. അടുത്ത് പറഞ്ഞാൽ മതി, മരിച്ചവരുടെ പുനരുത്ഥാനം അതുകൊണ്ട് തന്നെ. You know what? There's a lot of difference in the flesh of the body, the flesh of the animals, the flesh of the human being. All of those are different. The glory is different. There's glory of the sun, the glory of the moon, the glory of the stars. Each of those are different. And so when you go up to heavens, there is also a difference in all of the glory that you see. But what matters is the resurrection that happens. തേജസ്സിന് വ്യത്യാസമുണ്ട്. There is a difference in the glory. Praise the Lord. Praise God. പക്ഷെ നമ്മൾ ഊനം കൂടാതെ തേജസ്സിന് വ്യത്യാസമുണ്ടെങ്കിലും മറ്റ് ദൂത തുല്യരെന്നൊക്കെയാ. അപ്പൊ ഊനം കൂടാതെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും പാടുകളേറ്റ ഒരുവൻ അവിടെ കാണുന്നു. When you go up there, even though there's difference in glory, you're equal to the angels, but there is one that has marks in his hands. നാം പാടില്ലാതെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് വേണ്ടി പണ്ട് പാട്ട് ശ്രമിച്ച് പാടുകളോട് നിൽക്കുന്ന ഒരുവനുണ്ട്. അവനാ നമ്മുടെ വിഷയം. When you go with a body that is glorified with no change or no mass in your body, understand to remind you of what He has done. He's got marks in the palm of His hand. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെടുത്ത യേശു, അതാണ് നമ്മുടെ വിഷയം. Understand what matters to us is the Jesus that died for our sins and died. നാം വിശുദ്ധരാകുവാൻ അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. In order for us to be holy, He became sin. നാം നീതീകരിക്കപ്പെടുവാൻ അവൻ നമുക്ക് വേണ്ടി നീതികേട് വഹിക്കുവാനിടയായി. In order for us to be righteous, He took on unrighteousness. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവനാ നമ്മുടെ വിഷയം. When you go up to heaven, He is what matters. പരത്തിലുന്നതൻ പരിശുദ്ധർക്കായി പണിചെയ്യും മണിസൗധങ്ങൾ. പരത്തിലുന്നതൻ പരിശുദ്ധർക്കായി പണിചെയ്യും മണിസൗധങ്ങൾ. പരിചിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ. പരിചിലായവർ വിമല സ്ഫടിക തുല്യമാം തങ്കനിർമ്മിത വീതിയും. വിമല സ്ഫടിക തുല്യമാം തങ്കനിർമ്മിത വീതിയും കാണും ഞാൻ. മോക്ഷപുരേ പാദചാരേ ശാലേപുരേ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിചൂതലേ. ഇവിടെ നമ്മളെ പിരിഞ്ഞു വിഗമിച്ച വിശുദ്ധരേ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരേ. അരുണ തുല്യമദ്യുതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ. അരുണ തുല്യമദ്യുതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ കാണും ഞാന്. മോക്ഷപുരേ പാദചാരേ ശാലേപുരേ. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനാരുളുന്നാനന്ദ. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനാരുളുന്നാനന്ദ. ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം. ഇരവും പകലും ഇകത്തെ ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്കാലംബം. ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്കാലംബം. കാണും മോക്ഷപുരേ പാദചാരേ ശാലേപുരേ. കാണും മോക്ഷപുരേ പാദചാരേ ശാലേപുരേ. ചെങ്കടൽ തീരത്ത് വന്ന് പറയുകയാണ്, മിസ്രയീമിൽ ശവക്കുഴി
കൂലിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടോട്ട് So കൊണ്ടുവന്നത്? they come to the shore of Red Sea and they said, did you bring us here because there was not a place to bury us in Egypt? അതിന്റെ അർത്ഥം ചാകും എന്നുള്ളത് ഉറപ്പാണ്. Meaning it is true that I'm going to die, പക്ഷെ ഒരു നല്ല അടക്കം കിട്ടുക. but I just want a good funeral. അവിടെ ആയിരുന്ന നല്ല സെമിത്തേരി ഒക്കെ ഉണ്ട്. You know, there was a good cemetery back ഈ then. സമുദായത്തിലൊക്കെ നല്ല സെമിത്തേരി, പെന്തക്കോസ്തുകാർക്ക് ഇപ്പോഴായിട്ട് സെമിത്തേരി ഒക്കെ, അത് പണ്ട് സെമിത്തേരി ഒന്നും ഇല്ലായിരുന്നു. You know, Pentecostals did not have cemeteries in the past. നാട്ടിലാന്റെ പള്ളിക്കാർക്ക് നല്ല സെമിത്തേരി, വലിയ മാർബിളും ഗ്രാനൈറ്റും വെച്ച് കളിയിക്കല്, കൊച്ചു കളിയിക്കല്, തായില്ലും കുരുടാമണില്, പകലോമറ്റും ചങ്കരപുരി, കാളികാവ്, കൊച്ചു കളിയിക്കല്, കളിയിക്കല്, നല്ല ഭയങ്കര തോമ കളിയിക്കല്, തോമസ് കോയുടെ തോമ കളിയിക്കല്. അത് കണ്ടാൽ തന്നെ ആകാൻ തോന്നും. You know, if you go to the places in Kerala, you see a lot of funerals and a lot of marbles that talks about different family members listing out their family names. And when you think about that and you look at it, you feel like dying. ഇവിടെ അവന്റെ ഓളുമില്ല, ആളുമില്ല, ഉള്ള ആൾ ഗോത്രം പറയില്ല, So, but when you come to Pentecostals, you know, you don't have any of those things and they don't even say stop and look at yourself. അപ്പൊ അടക്കത്തിന്റെ വിഷയത്തിൽ കയറി ഉടക്കുണ്ടാക്കുക. So, do not create problems based on ആർഭാടമായ അടക്കവും ഇന്ന് കാണിക്കുന്നതെല്ലാം മിസ്രയീമിന്റെയാണ്. You know, everything that you show about in the matter of a funeral, it's about the... കാരണം യോസേഫും മരിച്ചു, യാക്കോബും മരിച്ചു. യാക്കോബ് മിസ്രയീമിൽ വെച്ചാണ് മരിക്കുന്നത്. Understand that Jacob and Joseph died. Jacob died in Egypt. യാക്കോബ് 147 വയസ്സിൽ മരിക്കുന്നു. At 147 years of age he died. 175 വയസ്സിൽ മരിക്കുന്നു. And died at 75 years. ഇസ്ഹാക്ക് 180 വയസ്സിൽ മരിക്കുന്നു. Isaac at 180. യോസേഫ് 110 വയസ്സിൽ മരിക്കുന്നു. Joseph at 110. മോശ 120 വയസ്സിൽ മരിക്കുന്നു. Moses at 120. യോശുവ 110 വയസ്സിൽ മരിക്കുന്നു. Joshua at 110. സാറ 127 വയസ്സിൽ മരിക്കുന്നു. Sarah at 127. യാക്കോബ് 147 വയസ്സിൽ Jacob മരിക്കുന്നു. at 147. അപ്പൊ ഏറ്റവും കൂടുതൽ വർഷം മെതൂശലയ്ക്ക് 969. And Methuselah the longest at 969. ആദ്യത്തെ മനുഷ്യനായ ആദാം 930. And first man Adam at 930. 70 ആണെന്നൊരു കണക്ക് പറയുന്നു. And we see David at 70. ഏതായാലും യാക്കോബ് 147 വയസ്സിൽ മരിക്കുക. Or Jacob at 147 years യാക്കോബ് old. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി ദൂത് പറഞ്ഞു. And before he died, he called all his children and gave them അതാണ് a message. 49 അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്. Genesis 49 verse 1. വായിച്ചിരുന്നോളെ. Read it, Genesis 49 verse 1. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് യാക്കോബിന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, കൂടി വരുവീൻ. ഭാവികാലത്ത് ആദ്യകാലത്തോ നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ പൊടിക്ക് ചെവിതിരുവിൻ. രൂപേനേ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദിബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവന് നിനക്ക് ഗുണം വരികയില്ല, അങ്ങനല്ല ശ്രേഷ്ഠനാകുകയില്ലെന്ന്. അപ്പോൾ മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം കൂടെ അപ്പം വിളിച്ചു കൂട്ടി. So the father gathered all of them together and started to അവിടെ പറയാം, യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വരികയും. all the sons of Jacob, assemble yourselves. കൂടി വരാൻ പറയാൻ കാരണം Why did they ask them to assemble themselves? അവന്മാരെല്ലാം കൂടെ കൂടുതലല്ലേ. Because he knows that they will not assemble together. 12 ഉണ്ട്, 12 താട്ടാണ്. There's 12 of them and 12 of them goes in 12 directions. ഞാൻ നാട്ടിലൊക്കെ പറയും, ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ത് നല്ലതായിരുന്നു. You know, I used to say, if all the Christians were united, how great it would be. യാക്കോബ, മാർത്തോമ, റീത്ത്, ലത്തീന, ലണ്ടൻ, കത്തോലിക്കര്, മലങ്കര, റീത്ത്, പിന്നെ ചാറ്റോക്കോട്, IPC, അസംബ്ലീസ് ബോർഡ്, CSI, CMS, ലത്തീന, പിന്നെ സാൽവേഷൻ, പല വകുപ്പുകൾ, അതെല്ലാം ഒന്നിച്ചായിരുന്നു നല്ലതായിരുന്നു. You know, I think about all the things, the Catholics, the Jacobites, the Syrian, the Marthomites, the Pentecostals, the Church of God, the IPC, and all these different denominations, if they were together, how great it would be. ഈ വേണ്ടമല്ല ഫിലിപ്പോസ് ഉപദേശിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്നിക്കണമെന്ന്. There was a Philippos Apichan that wanted to bring everything together. പുള്ളി അതൊരു പാട്ടൊക്കെ എഴുതിയായിരുന്നു. ചെറിയ ഉപദേശ പ്രശ്നമുണ്ടെങ്കിൽ പാട്ട് നല്ലതായിരുന്നു. Even though he was stood different in the doctrines, he wrote a good song. ഈ ചിന്താഗതിയോട് ഒരു പാട്ടെഴുതി. He wrote a song with this thought. പാട്ടിന്റെ വരി ഇങ്ങനെ, സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ, മാർത്തോമ, റീത്തുക, റോമക്കാർ പെന്തക്കോസ്ത് വേർപാടും. പിന്നെ CSI-ലും ലണ്ടനും ചർച്ചിലും യേശുവിലൊന്നാകും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. ഇസങ്ങളിൽ പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് തൊഴിലാളി, മുതലാളി, പണ്ഡിതർ, രാമരർ, ദരിദ്രരും എങ്ങുമില്ല. അന്ന്
പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. ബാക്കി പാടിയത് ഒന്നിക്കുകയായിരുന്നു നല്ലതായിരുന്നു. So if everyone was united, it would be good. ഞാൻ ഞങ്ങളുടെ ഇടയിലൊക്കെ പറയും, ഈ എല്ലാ സഭകളും കൂട്ടി പെന്തക്കോസ്തുകാരെല്ലാം കൂടെ ഒന്നായിരുന്നു എന്ത് നല്ലത്. I even say in our church, just the Pentecostals, if they come together, it would be good. അസംബ്ലീസ് കൂടെ IPC, പെനിയേല്, നെയ്യേല്, ഗ്ലോബല്, ഇൻഡിപെൻഡന്റ്, തമ്പിടത്, മേരിയുടേത്, കുഞ്ഞുമോടത് എന്ന് പറഞ്ഞ എന്തെല്ലോ സഭകളാണ്. ഇതെല്ലാം കൂടെ ഒന്നിക്കുകയായിരുന്നു എന്ത് നല്ലതായിരുന്നു. There's so many different churches, Church of God, IPC, Assemblies of God, and people, things that belongs to certain people. If they all unite, how great it would be. അതും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. I don't expect that to happen. അതുകൊണ്ട് ഇതിപ്പോ ചർച്ച കൂടെ This is Church of God. ചർച്ചോടെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ത് നല്ലതാണ്. This is Church of God. If Church of God all just united together, that would be so great. നാട്ടിലാകെ രണ്ട് കളർ തമ്മിലാണ്, കറുത്ത ചർച്ചോടും വെളുത്ത ചർച്ചോടും. There's two different Church of God, white Church of God and black Church of ഇനി God. കറുത്ത തന്നെ പോട്ടെ, വെളുത്തതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു. You forget the black one if you can just put all the white ones together. ചർച്ചോട് മൊത്തം പോട്ടെ, ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ന് നല്ലതാണ്. If you forget all Church of God, if you just one district would unite together. ഡിസ്ട്രിക്റ്റ് നമ്മുടെ ലോക്കൽ സഭയിലുള്ളതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു. Forget the district, if just people in the local church, if they would be united. ലോക്കൽ സഭയും കൂടെ പോട്ടെ, വീട്ടിലുള്ളതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നു എന്ന് നല്ലതാണ്. Forget the local church, just people in the house, if they would be united, it would be great. അതുകൊണ്ട് ദൈവമക്കൾ ഐക്യതയോടെ കർത്താവിനെ സേവിക്കണം. So you should serve God in unity. യാക്കോബ് അതുകൊണ്ട് പറഞ്ഞു, കൂടി വരുവീൻ. So Jacob said, assemble yourself. കൂടി വരുവീൻ എന്ന് പറയാൻ കാരണം The reason he said assemble, ഈ പിള്ളേരെല്ലാം കൂടെ കൂടുകയില്ല. because these children won't assemble. അതിനൊരു തെളിവ് The one proof. ഈ ഉൽപ്പത്തി പുസ്തകം 38 യഹൂദ കൂട്ടം വിട്ടുപോയെന്ന് അവിടെ എഴുതിയേക്കുന്നത്. In Genesis chapter 38, we see that Judah left them. Genesis ആ 38. കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് പുറപ്പെട്ട് ഹീരാമെന്ന് പേരുള്ള അതുല്യാമിന്റെ കയ്യിൽ ശുഭായി എന്ന പിള്ളേരത്തിന്റെ മോളെ കെട്ടി 3 പിള്ളേരെ അടിച്ച് ഓറ് വരാൻ ശനായി. ആ ഓറ് ഏറെ പ്രായമായപ്പോൾ തിമിനക്കാരി പെൺകുട്ടി താമാനം കെട്ടി അവൻ മരിച്ചപ്പോൾ അവനെ അന്യൻ ഒനാനവളെ കെട്ടി അവനും മരിച്ചു. പിന്നെ ശേല പ്രാപ്തിയാക്കി വിവാഹം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ അവൾ വൈദവി വസ്ത്രം മാറ്റിവെച്ച് തിമിനയ്ക്ക് പോകുന്ന വഴികരി എരിയപ്പെടുന്ന ഗോപുരത്തിലിരുന്നു. ആ യഹൂദ ആടുകളുടെ രോഗത്തിലേക്ക് അവൻ കടന്നുപോയി തിരിച്ചു വന്നപ്പോൾ മോതിരച്ചരുടെ മുദ്രം പണിയിൽ പണയം വാങ്ങി അവൻ പ്രാപം ചെയ്തു. അങ്ങനെ വേറൊരു തലമുറ ഉണ്ടായി. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഫലം അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപോയി. ആ വാക്യം വായിച്ച 38:1. Genesis chapter 38 verse 1. And it came to pass at that time that Judah went down from his brethren and turned into a certain Adullamite whose name was Hira. യഹൂദ സഹോദരന്മാരെ വിട്ടുപോയി. That Judah went away from his brethren. എല്ലാവരും ഒന്നിച്ച് കൂടുകയാണ്. Not everyone would get together. വേറെ രണ്ടെണ്ണം പണ്ട് പെങ്ങള് പോയ സമയത്ത് പെങ്ങളുടെ വിഷയത്തിൽ രണ്ടെണ്ണം പോയില്ല. ശിമിയോനും ലേവി. Simeon and Levi, because of the matter of his sisters, they went together. അപ്പനോട് പോലും ചോദിക്കാതെ അയ്യന്മാർ രണ്ട് മാളെടുത്തിറങ്ങി. Without asking the father, they took the sword. ഇവർക്ക് ഒരു കുഞ്ഞുമക്കളുണ്ടായിരുന്നു, താമാർ. Tamar was a sister that they had. സൈമൺ സാർ വേദപ്രകാരത്തിൽ പ്രത്യേകം കൊടുത്തത് താമാർ ചരിതം. അത് വായിച്ചാൽ നാളെ നിങ്ങൾ വരികയല്ല, അതുകൊണ്ട് വായിക്കുന്നില്ല. And I'm not going to say what Simon Saul said because you won't come back tomorrow. പണ്ട് താമാർ ഇവര് സുക്കോത്തിമാർക്കുന്ന കാലത്ത് ദേശം കാണാൻ ഒരു പോക്ക് പോയി. താമാർ went to see the land when she was living in Sukkot. അപ്പൊ ഇവള് ദേശം കാണുവാനായിട്ട് യാത്ര ചെയ്തു. And she started a journey to see the land. താമാർ ചരിതമെന്ന് അവിടെ എഴുതിയേക്കുന്നത്. And we see about Tamar there. ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായി. And such bad things happened at that time. അവിടെ യാക്കോബിന്റെ കുടുംബം ആലപ്പതിക്കുവാനുണ്ടായി. And as a result, the family of Jacob started to go. ശിമിയോനും ലേവിയും വാളെടുത്ത് വെട്ടാൻ ഇറങ്ങി. And Simeon and Levi took അപ്പോൾ the sword. യഹൂദ സഹോദരന്മാരെ വിട്ടുപോയി എന്നാണ് And we എഴുതിയിരിക്കുന്നത്. see Judah left his brother. ഒന്നാമത്തെ കാര്യം ഇവർ ഒന്നിച്ച് കൂടുകയില്ല. There is no second reason why they won't. രണ്ട് അഥവാ കൂടിയാൽ അടി ഉറപ്പാണ്. Because if they come together, there will be a fight. അതുകൊണ്ടാണ് യോസേഫ് ചാക്കിനകത്ത് ധാന്യമെല്ലാം കൂടെ നിറച്ച് മുറുക്കി കെട്ടിയേച്ച് പറഞ്ഞു, ഒന്ന് പിടിപ്പത് ധാന്യമുണ്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട്, ചുമ്മിക്കൊണ്ട് വീട്ടിൽ പോകണം, അപ്പന് കൊടുക്കണം, നിങ്ങളും തിന്നണം, തിന്ന് തീരുമ്പോൾ എല്ലാവരും തിരിച്ചു വരണം എന്ന് ചുടുവിലൊരു പറം പറഞ്ഞു. വഴി വെച്ച് ശണ്ട ഉണ്ടാക്കരുത്. And Joseph, when they actually gave them a lot of barley as they were going back to the land to his brothers, they said, you need to take all of this back to your father's house and you need to eat it, and once you're done eating, then you need to bring the father back. But he said one more thing, on your way, do not fight with each other. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തിന്ന് തീരുമ്പോൾ തിരിച്ചു വരണം, വഴി വെച്ച് ശണ്ടയുണ്ട്, ഇവര് വഴക്കുണ്ടാക്കുന്നവർ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. And Joseph said it in that manner because these are people that fight. ഇവര് ശണ്ട ഉണ്ടാക്കും. They will fight. ഈ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും കഴിഞ്ഞിട്ട് ശണ്ട ഉണ്ടാക്കരുത്. You know, after worship and prayer and all of these things, you should not be fighting. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ശണ്ടയും മടുപ്പൊന്നും ഉണ്ടാക്കരുത്. After the convention, you should not be fighting. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, കൂടി വരുവീൻ. And Jacob said, assemble. ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. I'm going to tell you what's going to happen. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്നാൽ നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുവീൻ. And the sons of Jacob come here and pay ear. യാക്കോബ് 147 വയസ്സിലാണ് മിസ്രയീമിൽ വെച്ച് മരിക്കുന്നത്. At the age of 147, he dies in Egypt. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ Once Jacob dies, യോസേഫ് യാക്കോബിനെ അടക്കുവാൻ പദ്ധതി ഇട്ടു. Joseph wanted to bury his father Jacob. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് യാക്കോബിന്റെ ദേഹമെല്ലാം ആമെ പൊതിഞ്ഞു കെട്ടി. And with
perfumes and he started to bind ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേലിലെ കോവിൽ അധികാരികൾ വരെ രംഗത്തിറങ്ങി. and all the authorities of Egypt also came. വലിയ വിലാപയാത്രയായിട്ട് ഈ യാക്കോബിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നു. And they're taking this body together. ആ ഇസ്രായേലിലെ സകല ഓഫീസേഴ്സും ഉണ്ടായിരുന്ന അടക്കത്തിന് Every officer of Egypt is there. ഭയങ്കര പ്രലാപമായിട്ട് കൊണ്ടുപോകുന്നു. And what a great honor. അപ്പോൾ ഹേരോൻ കപ്പൂക്കി വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞൊരു പദമുണ്ട്, ഈ അടക്കവും പോക്കും കണ്ട് മിസ്രയീമിനുടെ വിലാപയാത്ര പോലിരിക്കുന്നു. And so when they started to see this, they said that this is like the funeral of the Egyptians. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ So what ഇന്ന് കാണുന്ന ഈ അടക്കവും ആർഭാടമെല്ലാം മിസ്രയീമിന്റെയാണ്. all of these celebrations of പുതിയ നിയമത്തിന്റെ ഉപദേശം, പുതിയ നിയമത്തിന്റെ ഉപദേശം, the doctrine of the New Testament. ആരടക്കുന്നു, എവിടെ അടക്കുന്നു എന്നുള്ളതല്ല വിഷയം. What matters is not who buries കാരണം you and where you bury. നൂറ്റാണ്ടിൽ വിശ്വാസത്തിന് വേണ്ടി മരിച്ച പല വിശുദ്ധന്മാർക്ക് നല്ല അടക്കം കിട്ടിയിട്ടില്ല. സിംഹത്തിനിരയായവരുണ്ട്, കത്തിച്ചാമ്പലായവരുണ്ട്, നാട് കടത്തപ്പെട്ടവരുണ്ട്, സമുദ്രത്തിൽ മരിച്ചു വീണവരുണ്ട്. അവർക്കൊന്നും നല്ല അടക്കം കിട്ടിയിട്ടില്ല. പക്ഷേ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അവർ താജസ് പ്രാപിച്ചു വരും. Understand that many in the first century, they did not have a good death. They were martyred. Some were in fire. Some went down into the sea. They did not get the proper burial. But upon the coming back of our Jesus, they will be glorified. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടു പോന്നെങ്കിലും Even though you left physically from Egypt, ഹൃദയം കൊണ്ട് ഇവരിപ്പോഴും മിസ്രയീമിലാണ്. your heart is still in Egypt. അതിന് ഒന്നാമത്തെ തെളിവാണ് അടക്ക വിഷയത്തിൽ ഉടക്കുണ്ടാക്കുക. The first proof of that is because they're worried about where they'll get buried. മിസ്രയീമിലാന്നുള്ളതിന് ഒന്ന് രണ്ട് തെളിവ് കൂടെ തരാം. There's another reason why they're in the വാക്യങ്ങൾ Egypt. വായിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യവും, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യവും, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യവും. പുറപ്പാട് പുസ്തകം 16:2. Exodus 16 verse 2. ആ മരുഭൂമിയിൽ വെച്ച് ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്ക് അഹരോനും മോശയ്ക്ക് മകനോട് വിരോധമായി പുറപ്പെടുത്തു. ഇസ്രായേൽ മക്കൾ അവരോട് ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾ ഞങ്ങൾ ഇസ്രായേലിലെ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയായിരുന്നു. തൃപ്തിയാകുമെണ്ണം ഭക്ഷണം കഴിക്കുകയും ആ ചെയ്ത് മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു. അപ്പൊ ശരീരം കൊണ്ട് മിസ്രയീം വിട്ടുപോകുന്നെങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമിൽ. ഒന്നാമത്തെ തെളിവ് അടക്ക സിമിത്തേരി വിഷയത്തിൽ കയറി ഉടക്കുണ്ടാക്കി 2. അതാ ഇവിടെ വായിച്ചത് പുറപ്പാട് 16:2. And Exodus 16 verse 2 is the second reason, and the whole congregation of the children of Israel murmured against Moses and against Aaron in the wilderness, because what they had in Israel was food and meat to eat. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്ക് മകനോട് വിരോധമായി പുറപ്പെടുത്തു. And in that congregation that came together in the സീൻ മരുഭൂമിയിൽ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. this happened in the wilderness of Sin. ഇവര് പറയുകയാണ്, They say, ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരുന്നു. when we were eating meat back in the land of Egypt. അതൊരു കള്ളപ്പാരമ്പര്യം പറഞ്ഞതാണ്. They actually said a false tradition there. ഞാൻ ഈ വേദപുസ്തകം മൊത്തം വായിച്ചു. I have read this entire Bible. ഇവര് മിസ്രയീമിൽ വെച്ച് ഇറച്ചി തിന്നതായിട്ടൊരു വാക്യമില്ല. There is not a single verse that said they ate meat in the land of Egypt. അപ്പൊ ഇത് കള്ളം പറഞ്ഞതാ, ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ നിന്ന് തൃപ്തിയാകുമെന്ന് കഴിച്ചത്. And that's why I think it's a lie. ചിലര് ഈ പെന്തിക്കോസ് വന്നാൽ പാരമ്പര്യം പറയുന്നവരുണ്ട്. There are many people that talks about their legacy from the past when they come to Pentecost. ബ്രാഹ്മണരായിരുന്നു ഞങ്ങളുടെ തോമാസിലേക്ക് 52 വന്നപ്പോൾ 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി, കള്ളി കാളികാവ് ശങ്കരപുരി പകലോ മറ്റോ അതിൽ 52 മുക്കി. അതിലൊരു കുടുംബം കൊടുങ്ങല്ലൂർ കുറവലങ്ങാട്ട് വന്ന് കുടിയേറി. അതിന്റെ ഒരു ഇതെല്ലാം പറയണ്ട, അതിന്റെ ഒരു ശാഖ കോട്ടയം താഴത്തങ്ങാടി ഇല്ലിക്കൽ ചെങ്ങളം പരിപ്പ് ഏരിയ അതിന്റെ ഉപശാഖ തിരുവല്ലാമാരിയേക്കര അർത്തശ്ശേരി മുട്ടാർ ഏരിയ അതിന്റെ ശാഖ ഉപശാഖ ആ വെൺമണി ഇല്ലത്ത് പുറം മാവേലിക്കര പുറത്തുകാട് ഉമ്പർനാട് ഏരിയ വന്നു. അതിന്റെ ഒരു ശാഖോപശാഖ പത്തനംതിട്ട വെട്ടിപ്പുറവോമല്ലൂർ മുണ്ടുകോട്ടക്കൽ ഏരിയ വന്നിട്ട് അതിന്റെ ഉപശാഖ റാന്നി കോന്നി തണ്ടത്തോട് ചെയ്തത്തോടാണ് ഒരു മുണ്ടമ്പാറ ഏരിയയായി വന്നു. അതിന്റെ ഒരു ശാഖോപശാഖ മല്ലപ്പള്ളി കീഴ്വായ്പൂര് പടതോട് നാരകത്താണി ഏരിയ വന്ന് അതിന്റെ ഉപശാഖയിൽ പെട്ടയാളാണ് എന്റെ വല്യപ്പൻ. ഇണ്ടി പോകരുത് നീ. They start to relate themselves to their family all the way back. ഇതെല്ലാം കള്ളപ്പാരമ്പര്യമാണ്. And they start to say falsely how they have related all the ഞാൻ കേരളത്തിലെ പല കുടുംബചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. I have read a lot of history in Kerala. പല പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഇല്ലാത്തത് ഉള്ളിടത്ത് പോയി ഞാൻ വായിച്ചിട്ടുണ്ട്. I have read many books that's in my hand and many that are not in my hand. മട്ടശ്ശേരി, കുരുടാമണ്ണില്, കായിലും, മംഗലശ്ശേരി, അതുപോലെ തന്നെ പ്രബലമായ പല കുടുംബങ്ങൾ പുസ്തകം എന്റെ കയ്യിലുണ്ട്. There's many books that I have that describes the families. അപ്പൊ ഇതിലെല്ലാം കാണുന്ന പാരമ്പര്യത്തിന്റെ തുടക്കം ഇങ്ങനെ. And this is how those families start. കുറവലങ്ങാട്ട് ഒരു അപ്പം വന്നു. There was a father that came from this place. പുള്ളിയുടെ അപ്പനെ പറ്റി ഒരു വിവരവും ഇല്ല. There's no information about this father. പുള്ളിയുടെ അപ്പൻ ആരാ? Who is his father? Who knows?
യാതൊരു വിവരവുമില്ല. കുറവനങ്ങാട്ട് ഇതിനപ്പം that there was a father that came from this land. അതിനാ പൗലോസ് കൊടുത്തേക്കുന്നത് അന്തമില്ലാത്ത വംശാവലി. That's why Paul says that this is a legacy that doesn't end. തെളിവിനൊരു വാക്യം 1 തിമോഥെയോസ് 1:3 തെളിവിന് വാക്യം. 1 Timothy 1 verse 3. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥക്കല്ല തർക്കങ്ങൾക്ക് മാത്രമുള്ള കെട്ടുകഥകളെയും അടുത്തത് അന്തമില്ലാത്ത വംശാവലി. അന്തമില്ലാത്ത വംശാവലി. അതാ പ്രയോഗം കണ്ടോ? അന്തമില്ലാത്ത വംശാവലി. അതാ കുറവലിങ്ങാറ്റുന്ന ഒരാൾ വന്നു. And this is what Paul is describing is fables that people make up as well as endless genealogy. എന്നാൽ അന്തമുള്ള ഒരു വംശാവലി ഉണ്ട്. But there is a genealogy that ends. ആരുടെ വംശാവലിയാണ്? And whose genealogy is that? യേശു ക്രിസ്തുവിന്റെ വംശാവലി. It's the genealogy of Christ. മത്തായി അതുകൊണ്ടല്ലോ അന്തം തെളിയിച്ചത് അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. And that's why Matthew says Abraham's son David, David's son Jesus, and the genealogy of Jesus. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ ജനിപ്പിച്ചു, യഹൂദ പേരസ് ഗസ്രോൻ നഗസ്രോൻ അമ്മീനാൻ ഓബേദ് ഇശായി ദാവീദ്, ഇങ്ങനെ അന്തം പറഞ്ഞു വരികയാണ്. And he started to describe that as Abraham begat Isaac, Isaac begat Jacob, Jacob begat Judah, and then over and over again. അപ്പൊ ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രം പഠിച്ചയാണ്. And so Luke studied history. അബ്രഹാമിനെ തുടങ്ങി അങ്ങോട്ട് പോയപ്പോൾ When Matthew started with Abraham, ലൂക്കോസ് പുറകോട്ട് പിടിപിടിച്ചു. Luke started to go back. യേശു ക്രിസ്തുവിൽ തുടങ്ങി പുറകോട്ട് വന്നു. And he started with Jesus and went യേശുവിന്റെ backwards. അപ്പനാകുന്ന യോസേഫിന്റെ അപ്പനാകുന്ന മത്താന്റെ അപ്പനാകുന്ന മത്തത്യാവിന്റെ അപ്പനാകുന്ന ഹേരയുടെ അപ്പനാകുന്ന ലേവിയുടെ അപ്പനാകുന്ന യൂദയുടെ അപ്പനെ പുറകോട്ട് പറഞ്ഞേച്ച് അതിന്റെ അപ്പനാകുന്ന നാദാന്റെ അപ്പനാകുന്ന യാവീദിന്റെ അപ്പനാകുന്ന ഇശായിയുടെ അപ്പനാകുന്ന ഓബേദിന്റെ അപ്പനാകുന്ന ബോവസിന്റെ അപ്പനാകുന്ന ശൽമോന്റെ അപ്പനാകുന്ന വേരസിന്റെ അപ്പനാകുന്ന സേരകിന്റെ അപ്പനാകുന്ന പുറകോട്ട് വന്ന് യഹൂദയുടെ അപ്പനാകുന്ന യാക്കോബിന്റെ അപ്പനാകുന്ന ഇസ്ഹാക്കിന്റെ അപ്പനാകുന്ന അബ്രഹാമിന്റെ അപ്പനാകുന്ന ദേരകിന്റെ അപ്പനാകുന്ന നാഗോന്റെ അപ്പനാകുന്ന രെയൂവിന്റെ അപ്പനാകുന്ന വെരൂവിന്റെ അപ്പനാകുന്ന ആരുക്കിയുടെ അപ്പനാകുന്ന പുറകോട്ട് വന്നിട്ട് പറഞ്ഞ ആദാ എന്നു പറയാ ആദാ ദൈവത്തിന്റെ മകൻ. And so he started with Jesus and said Jesus' father, Joseph's father, and went over and over again to Boaz and Boaz's father, and eventually to Abraham, and he still kept going backwards all the way to Adam, and he said Adam was the son of God. അത് അന്തമുള്ള വംശാവലി. And because that is a genealogy, കൃപയിൽ വന്ന ദൈവത്തിന്റെ പൈതലേ, child of God sitting. എനിക്ക് നിനക്ക് വല്ലോ പുകഴാനുണ്ട് കാൽവരി ക്രൂശിലാണ്. If there's anything that you can be proud of, it's about the Calvary. ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിലെ ധനവാന്റെ ധനത്തിലെ ബലവാന്റെ ബലത്തിലെ പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കണം. If you're going to be proud of anything, it's not about your capabilities but upon God Jehovah. പൗലോസ് ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് ജഡത്തിൽ പ്രഹസിപ്പാൻ ഒത്തിരി വാവിയുണ്ട്, പക്ഷേ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് നട്ടുച്ച നേരത്ത് ക്രിസ്തുയേശുവിനെ കണ്ടപ്പോൾ ഞാനത് മുഴുവൻ ചപ്പന്നെണ്ണി. Paul says like this, in this flesh there's so many things that I can be proud of, but when I came to the gates of Damascus and I received the power, at that point I considered everything as loss. എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ബെന്യാമീൻ ഗോത്രജന ഇസ്രായേൽ ധ്യാനിക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ ശുഷ്കാന്തിതമെന്ന സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. പക്ഷേ റോമ പൗരത്വമുണ്ട്, ജന്മനാ കിട്ടിയതാ കാശ് കൊടുത്ത് മേടിച്ചതല്ല. പക്ഷേ ഇതെല്ലാം യേശു ക്രിസ്തു മുഖാന്തരം ചപ്പം തണ്ണി. Understand, circumcised on the 8th day, a Pharisee, studied under Gamaliel as a Roman citizenship, but when he considers himself to what Christ gave him, he considers all of this as garbage. വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുക, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. And he says, except for the cross of Christ, that's the only thing that I want to be proud of. കൃപയിൽ വന്ന ദൈവവേദനയെ എനിക്ക് നിങ്ങൾക്ക് വല്ലോ പുകഴാനുണ്ട് കാൽവരി ക്രൂശിലാണ്. If you're going to lift anything up with the child of God that came to this യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് പ്രശംസിപ്പാൻ what ഇടവരരുത്. matters is the cross that Christ was on. കള്ളപ്പാരമ്പര്യം പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. They're saying the false genealogies about themselves. ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരുന്നു എന്നാണ് പറയുന്നത്. And they say that they sat next to the meat in Egypt. ഒരു കാര്യം കൂടെ പറയാം, ഇരിപ്പ് ശരിയല്ല. That means that the way you're sitting is not good. അവരുടെ ഇരിപ്പ് ശരിയല്ല. The way they're sitting is not good. ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരിക്കുന്നത്. They're sitting next to the kiln that has meat. ഇരിക്കാനും നിൽക്കാനും എല്ലാം വ്യവസ്ഥയുണ്ട്. You know, there's a law that tells you what you need to sit. ഇരിക്കാനും എല്ലായിടത്തും ഇരിക്കാനും എല്ലാം കാണാനും എല്ലാം കേൾക്കാനും നമുക്ക് വ്യവസ്ഥയില്ല. You do not have the law to sit anywhere you want as you please. ഒന്നാം സങ്കീർത്തനക്കാർക്ക് ഉപദേശം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. Psalms 1:1 says, "Blessed is the man that walketh not in the way of the ungodly, nor sit in the way of the sinners." വേദപുസ്തകം പഠിച്ചാൽ രണ്ടുപേര് ഇരുന്നതായിട്ട് കാണുന്നു. We see the Bible in the two ways. ഒന്ന് അബ്രഹാം, രണ്ട് ലോത്ത്. First Abraham and then second Lot. അബ്രഹാം ഇരുന്നത് കൂടാരവാതിക്കൽ, Abraham sat at the gate, ലോത്ത് ഇരുന്നത് പട്ടണവാതിക്കൽ. and Lot sat at the gate of the city. തെളിവിന് വാക്യം വായിക്കാം, ഉൽപ്പത്തി 18:1-19.
Genesis 18 verse 1 and 19 verse 1. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഞാൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. Abraham was sitting in the door of the tent. എന്നാൽ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരുന്നു. But Lot on the other hand sitting on the 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് two angels that evening. സോദോമിലെത്തി ലോത്ത് സോദോം പട്ടണത്തിൽ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. Lot sitting in the gates of the city. ഏത് പട്ടണം? Which city? സോദോം പട്ടണം. The city of Sodom. സോദോമ്യ പാപത്തെ പറ്റി ഉൽപ്പത്തി 19 വിസ്തരിച്ചിട്ടുണ്ട്. The sins of Sodom is described in Genesis 19. സോദോമ്യ പാപത്തെ പറ്റിയാണ് ഉൽപ്പത്തി 19 വിസ്തരിച്ചു കൊടുത്തിരിക്കുന്നത്. The Genesis 19 describes very clearly the sin of Sodom. പാപത്തിന് മൂലകാരണമുണ്ട്. There's a main reason for the sin. വേദപുസ്തകം പഠിച്ചാൽ When you study the word of God, സോദോമ്യ പാപത്തിന് മൂലകാരണം 3. there's 3 main reasons for the sins of Sodom. 3 പദമാണ് കൊടുത്തേക്കുന്നത്. 3 words. അതിൽ ഒരു പദമാണ് തീമ്പൊളപ്പ്. It's based on the fire. ഗർവവും നിർഭയസൗര്യവും തീമ്പൊളപ്പ്, അങ്ങനെ 3 പദമാണ് കൊടുത്തത്. There are 3 reasons why that are the main reasons for the sins of Sodom. ആ വാക്യം ഒന്ന് വായിച്ചേ. ഗർവവും തീമ്പൊളപ്പും നിർഭയസൗര്യം 3 പദമാണ് കൊടുത്തേക്കുന്നത്. വായിച്ചേ. അത് തന്നെ. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീമ്പൊളപ്പും. മാതുചെറിയാൻ പാസ്റ്റർ, അത് എസെക്കിയേൽ പ്രവചനം 16:49 അല്ലയോ? അതെ, 16:49. അത് തന്നെ. 31 നമ്മൾ വിഷമിക്കരുത്. എസെക്കിയേൽ പ്രവചനം 16:49. ഒന്ന് പൊതുവിലൊന്ന് വായിച്ചേ. Ezekiel chapter 16 verse 47. മോളൊന്ന് വായിച്ചേ. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീമ്പൊളപ്പും നിർഭയ സ്വൈര്യവും. 3 സോദോമ്യ പാപത്തിന് 3 കാരണം. മൂലകാരണം ഗർവം, തീമ്പൊളപ്പ്, നിർഭയ സ്വൈര്യം. The 3 reasons of the iniquity of Sodom, it says in Ezekiel chapter 16, pride, fullness of blood, and abundance of idleness. അതിലെ നടുക്കത്തെ പ്രയോഗം ഒരു പഴയ മലയാള പ്രയോഗമാണ്, തീമ്പൊളപ്പ്. And in the old Malayalam, it's just basically saying fullness of blood. എന്തുവായി തീമ്പൊളപ്പ് എന്ന് പറഞ്ഞാൽ? What does this mean? നാടൻ ഭാഷ പറഞ്ഞാൽ തിന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം സൂക്കേട്, അതിന് തീമ്പൊളപ്പ് എന്ന് പറയും. And so this is basically the heartburn that happens in you after you eat. തീര് ചിലപ്പോൾ കുത്തലുണ്ടാകും. When you start to eat a lot, you start to have these burns. നിങ്ങളിപ്പോൾ പറയും എനിക്ക് വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ലെന്ന്. നിങ്ങൾ പറയും, അതങ്ങനെ ഇരിക്കട്ടെ. സ്റ്റാൻഡേർഡൊക്കെ ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ മതി. പണ്ടൊരാൾ പറഞ്ഞു ഈ പള്ളിക്ക് ഈ മണി മതിയെന്ന്. എന്ന് പറഞ്ഞാൽ പള്ളിയുടെ വലുപ്പം അനുസരിച്ചാണ് മണി തൂക്കുന്നത്. കൊച്ചുപള്ളി കൊണ്ട് പരിമലയിലെ പള്ളിയിലെ മണി തൂക്കുകയല്ല. അപ്പൊ ഈ പള്ളിക്ക് ഈ മണി മതി, ഇത് ഈ സ്റ്റാൻഡേർഡൊക്കെ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കണ്ടമാന ശാപ്പാടി എന്ന് കഴിയുമ്പോൾ കുത്തലുണ്ടാകും. So understand that you may not like everything that I say, but when you eat a lot, you start to have this burn. പണ്ടത്തെ പെന്തിക്കോസ് അല്ലല്ലോ ഇപ്പോഴത്തെ പെന്തിക്കോസ്. The old Pentecostal is not the recent Pentecostal. നിങ്ങളുടെ എല്ലാ പിതാക്കന്മാരും ഒത്തിരി കഷ്ടപ്പെട്ട കർത്താവിനെ സേവിച്ചത്. Your fathers, they worked and suffered a lot to serve God. അതിന്റെ നീതിയായി ഇന്ന് രാത്രി ഇവിടെ എല്ലാവരും ആയിസോടിരിക്കുന്നത്. It's this righteousness towards your fathers that you're sitting here. ഇപ്പൊ ചില പറഞ്ഞ മലയാളം അറിയത്തില്ല, ഇപ്പൊ അറിയത്തില്ല. Many people say they don't know Malayalam. യേശു ഒരു ഷൂവേ ഉള്ളൂ. They say Yeshu. ഈ കൂടുതൽ പഴയതൊന്നും ഞാനിപ്പോൾ ഇറക്കുന്നില്ല. പിതാക്കന്മാർ ഒത്തിരി മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന ഈ സുവിശേഷത്തിന് വേണ്ടി നിലനിന്നത്. Your fathers suffered a lot. They suffered hunger. They suffered a lot to come to this faith. പിന്നെ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്ക് മലയാളം അത്ര അറിയത്തില്ല. അത് ഞാൻ സമ്മതിക്കുന്നത് കേട്ടാലൊക്കെ മനസ്സിലാവും. And children that are born here, they don't understand Malayalam. I understand that. പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ കാര്യമൊക്കെ മനസ്സിലാവും. I also understand that you cannot teach them in the by stage. ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ന്യൂയോർക്കിലും ഫിലദൽഫിയയിലും പ്രസംഗിച്ചപ്പം അപാകത വന്നപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോൾ നിനക്ക് മലയാളം അറിയാൻ പറ്റില്ല. And when during the time, if I make a mistake in my speech, you'll easily find it. അത് പുള്ളി അങ്ങനെ പറയരുതായിരുന്നു. Oh, you should not have said it like that. ഫിലദൽഫിയായി പറഞ്ഞ അങ്ങനെ പറയാം. അപ്പൊ മലയാളം പഠിച്ചില്ലല്ലേ, അറിയാൻ വേണ്ടിയിട്ടല്ലോ. So I said this happened in Philadelphia, so that means you understand Malayalam. അപ്പൊ പിതാക്കന്മാർ ഒത്തിരി വില കൊടുത്തത് പെന്തിക്കോസിന്. So the fathers paid a price for Pentecostalism. കട്ടങ്കപ്പ എല്ലാം തിന്ന് കട്ടങ്കപ്പ അത് 3-4 പ്രാവശ്യം ഊറ്റി തിളപ്പിച്ച് മത്തി കിട്ടുകയില്ല. അപ്പൊ കട്ടങ്കപ്പ ഊറ്റി തിളപ്പിച്ച് മോതയും നെമ്മീനും ഒന്നുമില്ല. മോതയൊക്കെ എഴുതി വായിച്ചോണം. അത് കിട്ടുകയില്ല, കാശിൽ നിന്ന്. പിന്നെ കപ്പയും കൊണ്ട് തിളപ്പിച്ച് കൊടുത്ത പാത്രത്തിൽ ഇട്ടേച്ച് അമ്മ പടിഞ്ഞാപ്പറയിൽ കൂടെ ഇറങ്ങി കാന്താരിക്കൊല്ലേ ചെന്ന് കാന്താരി മറിച്ച് അടുക്കളയെ കൊണ്ടുവന്ന് അടച്ചോത്തിപ്പനരെ വെച്ചൊന്ന് പറ ഉടച്ച്
ഒന്നും അറിയാൻ മേല. ഞാൻ പഴയ ചരിത്രമെല്ലാം പൊളിക്കും. മര്യാദക്കിരുന്നോണം. കട്ടൻ കപ്പത് ഊപ്പാട് വന്ന പെണ്ണമ്മ അത് അടച്ചോറ്റിപ്പലേക്ക് വെച്ചു മുടച്ച് സാമർഥ്യമുള്ളവൻ രണ്ട് കിഴങ്ങ് കൂടുതലും ഒരു മുളക് തോണ്ടി നല്ലൊരു തോണ്ടാണ് തോന്നുന്നത്. അതെല്ലാം തിന്ന് അതിന്റെ കട്ടിപ്പോഴും പലർക്കും പോയിട്ടില്ല. Understand that കഷ്ടതയുടെ മാർഗത്തിൽ കൂടെ ഈ വേല വളർത്തിയത്. Understand they suffered a lot. They took tapioca and boiled it. They took peppers from their land and they used peppers, and this is exactly what they ate. They suffered a lot. അമ്മമാര് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, അപ്പന്മാര് സുവിശേഷമായിട്ട് ഓടി നടന്നു. അതിന്റെ നീതിയോടെ ഇന്ന് രാത്രി പലരും ഈ രാജ്യത്തായിരിക്കുന്നത് നന്മ The അനുഭവിക്കും. fathers went sharing the gospel while the moms figured out what to do with their families. The righteousness of God is why you're sitting here today. എളിയാന്ന് ഭയപ്പെട്ടോണം. You need to be fearful. പണ്ടതൊന്നും മറക്കരുത്. Don't forget from the past. പണ്ട് അമേരിക്ക വന്നതൊക്കെ ഓർത്തോണം. $5 കന്നഡി എയർപോർട്ടിൽ പെട്ടിയും പിടിച്ച് 45 കൊല്ലം മുമ്പ് പമ്മി നിന്നതും തണുപ്പുമൊക്കെ പിടിച്ച് അന്ന് വോട്ട് ഇല്ല, വോട്ട് വരാതിരിക്കാൻ പ്രാർത്ഥിച്ചതാ. അന്ന് വോട്ടില്ല, പിന്നെ വരാതിരിക്കരുത് പ്രാർത്ഥിച്ചു. $5 പമ്മി പെട്ടിയും പിടിച്ചു വന്ന കാറെല്ലാം ഇങ്ങനെ ചൂട്ടി നോക്കി. നിന്നൊക്കെ മതാമല്ല അതിലേ പോയതാ, നീ ഇവിടെ പമ്മി നിൽക്കുക. പിന്നെ അനിയത്തിയുടെ ചേട്ടൻ വരാന്ന് പറഞ്ഞ് ഒടുവ് വന്ന് നിന്നെ കയറ്റിക്കൊണ്ട് അവിടെ പോയി എന്ന് പറഞ്ഞ് നില വിളിച്ച് 50 കൊല്ലം കൊണ്ട് ദൈവം സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തി. ദൈവം നിന്നെ നടത്തി. അതൊന്നും മറന്നു പോകരുത്. Do not forget how you came to the Kennedy airport with $5 and you're sitting there waiting for your family to come pick you up, and you're watching all these things that you don't understand, and slowly over the time, over decades, over 50 years, God has blessed you and put you in this place. Do not forget your past. പിള്ളേർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. You need to tell these things to your children. അന്നേ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതൊക്കെ പറഞ്ഞു കൊടുക്കണം. You need to tell how you suffered when you came to this country. വളരെ ഭാരപ്പെട്ടത്, വീടില്ലാതെ വണ്ടിയില്ലാതെ ഭാരപ്പെട്ടതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. You need to tell your children how you suffered without a car, without പട്ടിണി കിടന്നതെല്ലാം പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. how you suffered hunger in the past. പണ്ടത്തൊന്നും മറക്കരുത്. That they should not forget this. ദൈവം നമ്മെ ഉയർത്തി. God lifted you up. ഇപ്പൊ ചില ദൈവദാസന്മാരൊക്കെ ചെന്ന് വിശുദ്ധിക്ക് വരുമ്പോൾ ചോദിക്കുന്നത് പിന്നെ വന്നോ എന്ന് ആലോചിക്കുന്നു. Many times when pastors come back from visiting, they say, you come back again. നീ എങ്ങനെ അവിടെ വന്ന്? How did you come here? നീ അവളെ കെട്ടി ബോംബെ ചാടി. അവൾ ആദ്യം നേഴ്സിനെ കെട്ടി, അവൾ ആദ്യം ഇവിടെ വന്നു. പമ്മി കിണ്ണം വെച്ച് നീ ഇവിടെ പുറകെ പഴയ ചരിത്രമൊന്നും നടക്കരുത്. നീ ഇവിടെ വന്നു. നീ വന്നപ്പം അവൾ വന്നത് എങ്ങനെ? അവിടെ ജയിലിട്ട് കുഞ്ഞമ്മ ഇവിടെ കയറി. കുഞ്ഞമ്മ പറഞ്ഞു വാടി നിന്നെയും കൂടെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോകാം. അവൾ ഇവിടെ വന്നു. ആ കുഞ്ഞമ്മ എങ്ങനെ വന്നു? അവിടെ കൂട്ടുകാരി ആരാണ്ട കണ്ടിട്ട് ലെറ്റർ അയച്ചു കൊടുത്തു. അവൾ ഇവിടെ വന്നു. അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ കൂടെ കൊണ്ടുവരാം. അവിടെ അവൾ പറഞ്ഞു ആദ്യം എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുവന്നിട്ട് നിങ്ങളതിന് ആലോചന പേടിച്ച് പറഞ്ഞാൽ നിന്റെ തന്നെ ആദ്യം കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ അവിടെ തന്നെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. പിന്നെ 2-3 നമ്മുടെ കൊണ്ട് അങ്ങനെയൊക്കെ എല്ലാവരോടാണ്. പഴയ ചരിത്രമൊന്നും എന്നെ കൊണ്ട് ഇളക്കിക്കരുത്. സ്തോത്രം. മര്യാദയാണ് നമുക്ക് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. You need to praise God in the appropriate manner. Just don't forget how you came to this country. കൊച്ചാക്കി പറഞ്ഞതല്ല, നടത്തിയ വിധമൊന്നും മറക്കരുത്. I'm not trying to put you down. You should not. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. When you think about this, you ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. God lifted us. ദൈവം നമ്മെ ഇത്രത്തോളം ഉയർത്തി. God got us this far. യഹോവയാണിത് സംഭവിച്ചു. By Jehovah this happened. അതുകൊണ്ട് പണ്ടത്തെ പാരമ്പര്യമൊന്നും ഇനി പറയരുത്. ക്രൂശിൽ പ്രശംസിക്കണം. You should not talk about all the genealogies. You should be proud of what happened. ലോത്ത് പട്ടണവാതികലായിരുന്നത്. Lot sat at the gates of the city. അബ്രഹാം കൂടാരവാതിക്കലിരുന്നു. Abraham sat at the doors of അപ്പൊ the city. സോതോമ്യ പ്രാപത്തിന്റെ മൂലകാരണം ആ തീമ്പുളപ്പ്. കണ്ടമാനം ചാപ്പാടി എന്ന് കഴിയുമ്പോൾ കുത്തലുണ്ടാകും. And so one of the iniquities of Sodom was the fullness of that. When you eat a lot, you will have heartburn. അങ്ങനെ ആ പട്ടണത്തിന്റെ വാതിക്കൽ ലോത്തിരുന്നു. And Lot sat in the gates of the അങ്ങനെ city. ലോത്ത് സോതോം പട്ടണത്തിന്റെ വാതിക്കലിരുന്ന് എന്തോ ഇടുകയായിരുന്നു. And what was he doing there? ഒരു വാക്യം വായിക്കാം. പട്ടണവാതിക്കൽ ലോത്തിരുന്ന് പ്രാർത്ഥിക്കുകയല്ല, യോഗം നടത്തുകയല്ല, എന്തോ ഇടുകയായിരുന്നു. വായിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ട്. 2 Peter chapter 2 verse 6 on. സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താ ന്യായം വധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ എന്തെങ്കിലും അസുചരിക്കുമ്പോൾ നാളോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തികളാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്ന് പറഞ്ഞാൽ ലോത്ത് പട്ടണവാതിക്കലിരുന്ന് പാപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. So he was sitting in a city of gates and he was looking at the sin that was happening. ലോത്ത് പാപം ചെയ്തില്ല, ചെയ്യുന്ന കാണുന്നുണ്ട്. He did not commit sin, but he was watching the sin happen. പ്രസംഗിക്കുന്നില്ല. ലോത്ത് പട്ടണവാതിക്കൽ പാപം കണ്ടുകൊണ്ടിരിക്കുന്നു. He's sitting in the city gates watching the sin. എന്നാൽ അബ്രഹാം കൂടാരവാതിക്കലിരുന്ന് പട്ടണം കണ്ടുകൊണ്ടിരിക്കുന്നു. But Abraham sitting at the door of the tent looking at the city. എബ്രായ ലേഖനകർത്താവ് പറയുന്നത്
വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം നോക്കി അപ്രകാരം വരുന്നു. ലോത്ത് പട്ടണത്തിൽ പാപം കണ്ടപ്പോൾ അപ്രകാരം കൂടാരവാദങ്ങൾ പട്ടണം കണ്ടുകൊണ്ടിരുന്നു. When Lot was sitting at the gate, doors of the city gates, looking at sin, Abraham was sitting at the door of the tents, looking for the eternal city. സോദോമിനെ പറ്റി സൈമൺ സാർ ഏതെങ്കിലും കാര്യത്തിൽ കൊടുത്ത ഭാഗമുണ്ട്. സോദോം പട്ടണത്തെ പറ്റി Simon Saul has talked about this Sodom. പട്ടണത്തെ ചൊല്ലിങ്ങനെ ഒരു തെറ്റ് പിന്നിട്ട വഴിയിലൂടെ കടന്ന പോതൊന്നിച്ച് കണ്ടാൻ ഒരു തരം വങ്കരെ തലമുട്ടി പിന്നിക്കുകയും ശ്മശ്രു നുറുക്കുകയും ലളിതതര ശൃംഖലം മധ്യേ മുറുക്കുകയും വിലപെരുക്കും ആട്ടയാലാപാദമസ്തകം നലമുട്ട് മറച്ചു നൽ ഭാസം പെരുക്കുകയും കരവിധത്തിന്റെ കിട്ടമത് മുഖരപ്പിച്ചുടറ്റുകയും കണ്ടമാനം ദേശിതന്തൻ കടറ്റുകയും മതനമതമത്തിനാൽ വാദയോഗത്തിനാൽ വാദം സുഗന്ധം പരിപൂർണമാക്കുകയും രസികജന മണിപട്ടിക്കും മണിമകുട മർത്യരായി രാത്രിയും ചെലരായി നടക്കുന്നിതാളുകൾ എന്ന് പറഞ്ഞാൽ ഈ സോലോം പട്ടണത്തിന്റെ അകത്തൂടെ സൈമൺ സാർ കയറി. You know, essentially this is a poem that he wrote about the city of Sodom, so he's entering the city. കവിഭാവന ആ സാറ് കണ്ടതാ. ഒരു തെറ്റി പിന്നിട്ട വഴിയിലൂടെ കടന്ന പോതൊന്നിച്ചു കണ്ടാൻ ഒരു തരം വങ്കര് എന്ന് പറഞ്ഞാൽ ഗർഭികൾ അലങ്കാരികൾ. So when he was going through the one way in the city of Sodom, and as he started to see the people, they have pride in them. തലമുടി മിനിക്കും ശ്മശ്രു നുറുക്കുകയും തലമുടി എല്ലാം മിനുക്കി വെളുത്തതൊക്കെ കറപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. So they start to like doing things into their hair, like to shine it, and they make the white hair black. ഇന്നലെ പറഞ്ഞ പോലെ പുരിയം പഠിക്കുന്നവരുണ്ട്, ലിപ്റ്റിക് ഇടുന്നവരുണ്ട്, നഖത്തിൽ അടിക്കുന്നവരുണ്ട്, ഇവിടുന്ന് ഇതെല്ലാം കൂടെ കയറിയിട്ട് നടക്കുന്ന പുള്ളിക്കാരുണ്ട്. കൈകൊന്ന് പറക്കവേ ഇല്ല, ആദ്യം ചേരിയെ കയറുക, എൻ്റെ ദൈവമേ എന്തോ നമ്മൾ പിന്നെ കണ്ണടച്ച ആത്മാവിലൊക്കെ നിറയുക അല്ലെ പിന്നെ ചെയ്യാൻ ദൈവത്തിന് സ്വോത്രം. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുകയല്ല, യോഗ്യമായിട്ട് നടക്കത്തില്ല. പെന്തിക്കോസുകാരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. വേറെ സ്വോത്രം പറഞ്ഞാൽ നാളെ പ്രസംഗിച്ചില്ലേ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ കാശല്ല മെയിൻ വിഷയം. കാശ് വേണം. കാശ് കിട്ടാൻ അമേരിക്ക വന്ന ആത്മവാരം കൂടെ ഒന്നും വന്നതല്ല. ആത്മവാരം വന്നാൽ ഞങ്ങളുടെ പുറകെ കുട്ടനാടിന് പുറകെ അവിടെ കുട്ടമംഗലമുണ്ട്, അവിടെ പോയി പ്രവർത്തിച്ചാൽ മതി. ഇപ്പം ഇവിടെ എല്ലാവരും ഞാൻ എന്നെ കൂടെ പ്രതിക്കൂട്ടിക്കറ്റ് കാശിനായി ഇവിടെ വന്നത്. ആ കാശ് വെറുതെ വേണ്ട, ശുശ്രൂഷ ചെയ്ത് മുഖസ്തുതി പറഞ്ഞും ചക്കരമാറ്റ് പറഞ്ഞ് വേണ്ട. ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധാരണ വരാം. ഞാനിപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നത് തുറന്നെന്ന് പറയാം. എനിക്ക് നാട്ടിലെ ഒരു സഭാവുകൾ പണിയണം. അവിടെ പാവപ്പെട്ട ദൈവങ്ങളെ കണ്ടെത്തി പണിയുന്നവരും സാധുക്കൾ, കറുത്ത വർഗ്ഗക്കാർ സാധുക്കൾ കണ്ടെത്തി പണിയുന്നവരാ. അവരെ കൊണ്ടൊന്നും നടക്കുകയില്ല. വെള്ളപ്പൊക്കം വന്നാൽ കുട്ടറ്റം വെള്ളമുണ്ട്. അവിടെ നിന്നൊക്കെ ഒരിക്കൽ വെള്ളം കയറി നമ്മൾ വെള്ളത്തിൽ നിന്ന് ആത്മാവില്ല ഇരിക്കാൻ പറ്റത്തില്ല. കാശാരി പാവത്തിന് അവിടെ വന്ന് കാണുന്നവർക്ക് എനിക്കൊരു ഓള് പണിയുന്നു. അവിടെ ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ ഞാൻ ഇവിടെ വന്നത്. അത് ശരി, പക്ഷേ അത് വെറുതെ ആരുടെയും വേണ്ട. മുഖസ്തുതി പറഞ്ഞു, സുഖിപ്പിച്ചു, ചക്കരവാക്കും പറഞ്ഞ് 5 പൈസ വേണ്ട. കാശ് വേണം. കാശുള്ളവരുണ്ട്. കാശ് വേണം. ഓള് പണിയണം. ദൈവത്തിന്റെ ആത്മാവ് ആരോട് ഇടപെടുക. എനിക്ക് എൻ്റെ കയ്യിൽ തരണ്ട, അവിടെ വന്ന് പടം തന്നാൽ മതി. എൻ്റെ ഒന്നും തരണം. ഭാഷ ഡേറ്റൊക്കെ തരണ്ട, അവിടെ വന്ന് പടം തന്നാൽ മതി. ഞങ്ങൾക്കെല്ലാം കൂടെ ആത്മാവിലാണ് അത്ര കർത്താവിൻ്റെ വരവ് വരെ. അത് ഞാൻ വന്നത്, കാശ് ഞാൻ വന്ന്. അപ്പം അത് വെറുതെ വേണ്ട, വെറുതെ വേണ്ട. നിങ്ങളെ സുഖിപ്പിച്ചു, പൊത്തി പറഞ്ഞ് ആ കാശിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടണ്ട. ആടിനെ കൊണ്ടിരിക്കുന്ന അതിൻ്റെ പാലുകൊണ്ട് ഉപജീവിക്കണം. അതുകൊണ്ട് സുഖിപ്പിച്ചുള്ളതൊന്നും വേണ്ട. ഞാൻ എത്രയോ സ്ഥലത്ത് നിന്ന് കാശ് മേടിക്കാതെ പോകും. സ്തോത്രം. സ്വർഗത്തിൽ കണക്ക് കൊടുക്കണം. പിന്നെ കാശെല്ലാം അവിടെ വെച്ചോണ്ടിരുന്ന ദൈവം അവിടെ ചെല്ലുമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും. പിന്നെ യോഗം നടത്തണം. ഇല്ല, യോഗമൊക്കെ നമുക്ക് നടത്തി ആത്മാക്കളെ രക്ഷിക്കപ്പെടാം. നാളെ ആ ഭാഗത്തിലോട്ട് ഞാൻ വരുന്നുണ്ട്, നാളെ വരും. ഇന്നിപ്പോൾ എത്ര ഇങ്ങനെ നിൽക്കട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തരും നീതിയുള്ളവരായിരിക്കും. You should be faithful to God. It is true that I came here for money. I need to build a church back in my place because a lot of people that are there are poor people, and it is true that money matters. But I don't want to get the money that will from you. തലമുടി മിനിക്കും ശ്മശ്രൂന്നും തലമുടിയെല്ലാം മിനിക്കും. And so they started to work on their hair. ദൈവമക്കൾ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം. You need to dress appropriately. ഈ പരിബന്ധനൊന്നും വരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. I'm not saying that you need to come here like me. സഹോദരിമാരൊക്കെ കൈക്ക് ഒക്കെ ഇച്ചിരി ഇറക്കം വെക്കുന്നത് നല്ലതാണ്. You need to dress appropriately. ഇംഗ്ലീഷ് പറയാം, കൈക്കൊക്കെ ഇച്ചിരി ഇറക്കം വെക്കണം.
So when you wear clothes, you need to have things that comes down to your ഒരു to your elbow. 2 മീറ്റർ തുണി അങ്ങ് മേടിക്കണം. കടയിൽ തുണിയുണ്ട്, മുറിക്കാൻ ആളുണ്ട്, മൂർച്ചയുള്ള കത്രികയുണ്ട്. കാച്ചിന്റെ എന്നോട് പറയാം, എന്റെ ഇച്ചിരി കാച്ചിൽ കൊണ്ട് ഞാൻ നിനക്ക് തരാം തുണി മേടിക്കാൻ. If you don't have money to buy the cloth, give and ask me, I'll buy you the clothes that you need. ആരാധനയ്ക്ക് സ്റ്റേജിൽ കയറുമ്പോൾ യോഗ്യമായിട്ട് വേണം എന്ന് കയറാൻ. When you come to the stage, കൂട്ടൊന്നും വേണ്ട, അവിടെ കൂട്ടൊന്നും വേണ്ട. you should wear things that are appropriate. അച്ചാര്യനോട് പറഞ്ഞു, സൂക്ഷിച്ച് പ്രസംഗിക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ, നാളെ ഉക്കുന്ന തന്നാൽ മതി, ഇല്ല ഞാനങ്ങ് പൊക്കോളാം എന്ന് എനിക്കത് പറയാതിരിക്കാനൊന്നും നോക്കത്തില്ല. The pastor told me to speak appropriately. This is how I can speak. അദ്ദേഹത്തിനുള്ള പേടി ഞാനങ്ങ് പോകും, പുള്ളിയെ ഇവർ വെച്ചേക്കില്ല, പുള്ളിയെ എടുത്ത് ഇവരിട്ട് ഒരൊറ്റയോനാണ് ഈ വിഷയത്തെ ചോദിച്ചേക്കരുത്, മുഴുവൻ ഉത്തരവാദിത്തം ഭാഗത്തെ വെറുതെ വിട്ടേക്കണം, മുഴുവൻ ഞാൻ എൻ്റെ നമ്പർ തരാം, നാട്ടിൽ ശരിയാക്കാൻ the concern that pastor would have is I would leave tomorrow and then you'll all jump after him. I'm telling you, no need to jump after him. If you have questions, come to me. ഇതൊന്നും പറയണ്ട, ഞാൻ ഇന്നും നാളെയും കൂടെ പെരുക്കിക്കോളാം. എന്നെ ഈ പരുവത്തിലൊക്കെ വിട്ടിനോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി വില കൊടുത്തതാ പെന്തിക്കോസിന്. ഞാൻ പെന്തിക്കോസ് വന്നപ്പോൾ വീട്ടിൽ കയറ്റുകയല്ല, യോഗം കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഭക്ഷണം തരികയില്ല, പത്രം തരികയില്ല. അപ്പം ഞാൻ പോയിരുന്ന് വേറെ പുസ്തകം വായിക്കും, അങ്ങനെയൊക്കെയാണ് വാക്യം പഠിച്ചത്. പോയിരുന്ന് വേറെ പുസ്തകം വായിക്കും, ചാപ്പാട് തരികയില്ല, കർത്താവിന് മഹത്വം. അതായത് പാട്ട് പഠിച്ചു, അങ്ങനെയൊക്കെ ആ പാട്ട് പഠിച്ചു. എനിക്ക് വലിയ ബോധമുണ്ട്, എനിക്ക് യാതൊരു വിദ്യാഭ്യാസവും ABCD കൂട്ട് വായിക്കാൻ അറിയാം. എടാ മൂടയാതിയാകുന്ന എന്നെ കൊണ്ട് അയ്യോടാ നിനക്ക് എരിവുണ്ടാക്കുന്ന എന്നാലേ ഒരു തോത്രം പറയാം. Understand that I paid a lot of price to come to this religion, to come to this faith. I would go home, I would study the Bible, they would not give me food. That's when I started to memorize these verses. I would start to sing, they would not give me food, and that's where I learned these songs. And through me, if God is like to put fire in you, start to say Stotram. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ സ്വർഗത്തിൽ കാണണം. All I desire is the one who is speaking up here and you, we both should be up in heavens. പിന്നെ ഉപദേശമാരോട് പറയാം, കൂട്ടുവേലക്കാരെ ബഹുമാനിക്കുന്നത് നിങ്ങളെയല്ല, ഈ ശരിക്കും പറഞ്ഞില്ലേ ചത്തുപോകുന്ന എഴുതി വെച്ചേക്കുന്നു. You know, the Bible clearly says, I'm saying to the pastors, if you don't speak what the word of God says, you will die. അവരോട് കുടുംബത്തോടും പറഞ്ഞത്, ഈ സമാഗമനോട് അടുത്ത് കിടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്, ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടം. അടുത്ത പറ, ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ തിരിച്ചു കൊടുക്കണം, കൊടുത്തില്ലേ ചത്തു പോകുന്ന കുഞ്ഞുഞ്ഞെ. വായിച്ചമ്മളെ ലേവ്യ 10:8-9. Leviticus chapter 10 verse 9 and 10. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8-9 വേഗം വായിച്ചു. Leviticus chapter 10 verse 8 and 9. 9:30 ആകുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തും. 9:30 I will stop my message. യഹോവ അഹരോനോട് അരുളിച്ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമനോട് അടുത്ത് കിടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. പിന്നെ ശുദ്ധവും അശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾക്ക് വകതിരുവേൻ. നിങ്ങൾക്കല്ല, നിങ്ങൾ വകതിരിച്ചു കൊടുക്കണമെന്ന്. And that you should separate what is pure and what is unpure, and what is holy and what is unholy. ഈ ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിക്കണം. That you should separate foods that are pure and unpure. അഹരോന് പറ്റിയ കുഴപ്പം, അഹരോൻ ജനത്തെ കെട്ടഴിച്ചു. You know what happened to Aaron? What the mistake he made was he just released the speech. മോശ പർവ്വതത്തിൽ പോയിട്ട് 40 ദിവസമായി 40 days Moses is gone, they don't see him. ജനത്തിനുടെ അഭിശബ്ദം ഉണ്ടായിട്ട് ജനമെല്ലാം കൂടെ മോശയോട് അഹരോനോട് വന്ന് ചോദിച്ചു, പുള്ളി പോയിട്ട് വിളിച്ചോന്ന് ചോദിച്ചു. And so they all came to Aaron. The people said, "Did Moses call you?" അഹരോൻ പറഞ്ഞു, വിളിച്ചില്ലെന്ന് പറഞ്ഞു. And Aaron said, മെസ്സേജ് വല്ലതും വന്നോന്ന് "Any ചോദിച്ചു. message? Did you get it?" മെസ്സേജ് വന്നില്ല. No message. ടെസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു. Did you test it? ടെസ്റ്റിംഗ് ഇല്ല എന്ന് No പറഞ്ഞു. testing. ഉടനെ പുള്ളി ചോദിച്ചു, പുള്ളി ഉണ്ടോന്ന് ചോദിച്ചു. Is he there? അഹരോൻ പറഞ്ഞ ആളിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. And Aaron said, "Yeah, he's still there." അതെങ്ങനെ അറിയാന്ന് ചോദിച്ചു. How do you know? ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുണ്ട്, പുകയും പൊങ്ങുന്നുണ്ട്. ആളുണ്ടെന്ന് ഇപ്പോൾ You know what? In the middle there's shaking and there's ഈ smoke going on. ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങും, ഒരു പുക ചെന്ന് അങ്ങടിക്കുമ്പോൾ ഗ്ലോറി എന്നൊക്കെ പറയല്ലേ. അപ്പൊ നമുക്ക് ഒരു ആശ്വാസം വിട്ടുപോയിട്ടില്ലല്ലോ. And so in the middle you say, "Glory," you're shaking, and so you know that he isn't gone. ഈ ലോകത്തിന് വന്ന അനുജയല്ല, വല്ലപ്പോഴും ഗ്ലോറി, അപ്പൊ അവർക്ക് ഒരു ആശ്വാസം വിട്ടുപോയിട്ടില്ലല്ലോ. And so once in a while you just kind of shake and you say glory, and they're comforted by it. പുതിയ നിയമത്തിന്റെ ഉപദേശം വിട്ടുപോകത്തില്ല. The doctrine of the New Testament does not vanish. പഴയ നിയമത്തിലാ വിട്ടുപോകുന്നേ. The old one വരും goes. വിട്ടുപോകും, വരും വിട്ടുപോകും. ശൗലിന്റെ മേൽ വന്നു വിട്ടുപോയി, ശിംശോന്റെ മേൽ വന്നു വിട്ടുപോയി, ദാവീദിന്റെ മേൽ വന്നു. പുള്ളി ബുദ്ധിമാൻ അഡ്വാൻസ് കയറി പറഞ്ഞു വിട്ടു പോകരുതെന്ന്. And you know, it came to Saul and it left. The Spirit came to Solomon and left. But David, it came to him and he was so smart. He said, "Do not leave." ദാവീദ് ബുദ്ധിമാനായതുകൊണ്ട് അഡ്വാൻസ് പറഞ്ഞു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. പുള്ളി ബുദ്ധിയോടെ പറഞ്ഞെടുക്കരുത്. And through his wisdom, David said that you should not take away your spirit. പുതിയ നിയമത്തിൽ വിട്ടുപോകത്തില്ല, എന്നേക്കും ഇരിക്കേണ്ടതിനാ. വിട്ടുപോകത്തില്ല. പിന്നെ പുതിയ നിയമത്തിന്റെ ഉപദേശം പറയാം, കെട്ടുപോകും.
But you know, in the New Testament, the Comforter will not leave you, but understand that the Spirit it will dim. എഫേസ്യ ലേഖനത്തിൽ ആത്മാവിനെ കെടുക്കരുത്, പഴയ നിയമത്തിൽ വിട്ടുപോകും, പുതിയ നിയമത്തിൽ കെട്ടുപോകും. ഭാരപ്പെടുവൊന്നും വേണ്ട, കെട്ടിരിക്കുന്നതേ ഉള്ളു. നമുക്ക് വേണേ ഇന്നും നാളെ കൂടെ ഒന്ന് കത്തിക്കാൻ നോക്കാം. You know that in Ephesians it says that do not dim the Spirit. It is something that can dim. Don't worry, between today and tomorrow, if you want, we can rekindle. അപ്പൊ എന്നെ ചോദിച്ചു, മോശ വരുമോ എന്ന് ചോദിച്ചു. So the people are asking, will Moses come? അവരോ പറഞ്ഞു വരുമെന്ന് പറഞ്ഞപ്പോൾ And Aaron said that he said he will come. പറഞ്ഞു വരുവോ വരാതിരിക്കുവോ, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തരാം. It doesn't matter whether he comes back or not. We need a God amongst us. അവരോ പറഞ്ഞു ഞാനിവിടെ ദൈവത്തെ ഉണ്ടാക്കാം. And how is Aaron going to make a God? അവരൊരു പൊടിപ്പണാനുണ്ട്, പുള്ളിക്ക് ഒരു ചെറിയ ദൈവം കളിച്ചാൽ കൊള്ളാം. അവർ പറഞ്ഞു നീ കളിക്കണ്ട, വേറെ ദൈവത്തെ ഉണ്ടാക്കി തരാം. And Aaron had a plan to act like God, but he said don't act like God. We need a God. ഉടനെ അവരോ പറഞ്ഞൊരു കാര്യം, സഹോദരന്മാരെല്ലാം കൊടുക്കെല്ലാം കൂടെ പറിച്ചോണ്ട് വരാൻ പറഞ്ഞു. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം കൊടുക്കെല്ലാം കൂടെ And so Aaron said, why don't all the women like take all their jewelry and bring it there? അതെല്ലാം കൂടെ പറിച്ച് അവരോന്റെ കൈ കൊണ്ട് കൊടുത്തു. And they took all the jewelry and brought it there. അവരോട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊത്തുകൾ കൊണ്ട് പ്രാച്ച വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. And we see that Aaron took all the gold and he put it in fire and made a calf. എനിക്ക് അവിടെ ഒന്ന് രണ്ട് കാര്യം സന്തോഷം. There's few things that I'm happy about. ഒന്ന്, One, ഊരാ പറഞ്ഞപ്പോ ഊരിയല്ലോ. when he said to remove the gold, they removed the gold. ഇന്ന് ചിലർ പറഞ്ഞാൽ ഊരിയിട്ടുള്ള ആരാധനയൊന്നും വേണ്ടെന്നാ ചിലരുടെ വാദം. Some people argue and debate that there's no need for the worship where things are removed. ഈ ഊരിയിട്ടുള്ള ആരാധനയാ നല്ല ആരാധന. The worship that matters is the one that is removed. പിന്നെ പെന്തിക്കോസുകാരോട് ഞാൻ പറയാം, കമ്മലിമാലയെല്ലാം ഊരിയിട്ട് അരഗ്രാമിന്റെ കമ്മല്, മുക്കാപ്പവന്റെ പിണ്ടിച്ചൈമാല, ജലജമാലയെല്ലാം ഊരിയച്ച് 65,000 സാരി നീ കൊടുക്കരുത്, സ്പെഷ്യൽ ആയിട്ട് നിനക്ക് വരുന്നുണ്ട്. Understand that you take all the gold and all the jewelry out, but then you buy that is an expensive sari, and you should think about that. ആത്മാവിലായപ്പോ മോതിരം ഒരു ദൂരോട്ട് കളഞ്ഞാൽ കിട്ടുന്ന വാച്ച റാഡോടെ അത് സ്റ്റാർട്ടിങ് തന്നെ 25,000, 50,000, 1 ലക്ഷം. അപ്പൊ പിന്നെ ഇത് ഊരിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഉപദേശം പറയും ഊരുകയും ചെയ്യണം, മറ്റേത് വേണ്ടതാണ്. Understand that the doctrine says you should remove what you should remove and reject what you should reject. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം അത് ഊരി. The first thing that matters is he asked and they removed it. ഊരാ പറഞ്ഞപ്പോ ഊരി. When he asked them to remove it, they removed it. എനിക്ക് അതിനും ഇഷ്ടം ആഗ്രഹമൊന്നുണ്ട്. And I really like Aaron. കാരണം പുള്ളി ഇതെല്ലാം കൂടെ മേടിച്ച് വെച്ച് മുങ്ങിയില്ലല്ലോ. You know, he did not take all these things and just leave. ഇന്നത്തെ അകരോനാണ് അതെല്ലാം കൊണ്ട് കുട്ടിച്ചാക്കിനകത്ത് കുടുംബം കുട്ടി കെട്ടി അവരെ അത് വട്ടം മുങ്ങും. നമ്മൾ പിറ്റേന്ന് അകരോനെ തപ്പേർക്ക് ഡോക്ടർ റെവറൻ ആരോൺ ഇപ്പോൾ അയർലൻഡിൽ പവർ കോൺഫറൻസ് നിൽക്കുന്നെന്ന് പറയും. എനിക്ക് അകരോനോട് ചിലപ്പോൾ പുള്ളി ഊരിയച്ചത് പണിത് കൊടുത്തല്ലോ ആളെക്കുട്ടിയെ. You know, understand a modern day Aaron would take all of this, put it in a sack, and he would just go and go away somewhere and do a power conference in Ireland. പെന്തിക്കോസിനെ ഉപദേശം തന്നെ ഇപ്പൊ പറയുന്നില്ലല്ലോ ശരിക്കും. And not many people are speaking the doctrines as they should. ഉപദേശം പറയണമെങ്കിൽ ആദ്യം ഈ പറയുന്ന ഞാനതിന് മാതൃകയോടെ നിൽക്കണം. You know, if the pastors have to say these doctrines, the one who is speaking has to be an example. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഊരി കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. So Aaron made a golden calf. കാളയെ കണ്ടപ്പോ ജനവിളകി. And when they saw this calf, they പെട്ടെന്ന് വായിക്കാൻ പുറപ്പാട് പുസ്തകം 32:3 മുതൽ താഴോട്ട് ഓടിച്ചു വായിച്ചു. പെട്ടെന്ന് Exodus 32 chapter 3 on. ജനമൊക്കെയും ഞങ്ങളുടെ കാലിൽ നിന്ന് പൊൻകുടുക്കളെ അകരോന്റെ കയ്യിൽ കൊടുത്തു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊത്തുകൾ കൊണ്ട് പാച്ച വരുത്തി ആളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അടുത്ത വാക്യം, അപ്പോൾ അവർ ഇസ്രായേലേ ഇത് കാളെ ചൂണ്ടിക്കൊണ്ട ഇസ്രായേലേ ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. They pointed to this and said, "Oh Israel, these are the gods that brought you out of the land of Egypt." കാളെ കണ്ടപ്പോ ജനവിളകി. And when they saw the calf, they shook. അടുത്ത പോലെ വായിച്ച മോളെ, അപ്പോൾ അവർ അല്ലെന്ന് ഞാൻ ഈ ജനത്തെ നോക്കി അതൊന്നും ഇപ്പൊ നോക്കണ്ട. അടുത്ത വാക്യം വായിച്ചേ. അതാരാ വായിച്ചേ? അതാ എന്റെ ശരി വായിച്ചു. അകരോൻ അത് കണ്ടാണ്. ഏത് കണ്ടെന്ന്? And Aaron saw this. ശരി പറയാം. പൊന്നുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി. കാളെ കണ്ടപ്പോ ജനവിളക്കും. ജനത്തിന് വല്ല കാള വാങ്ങി ഇളകും. വലിയ കട്ടോട്ടെ, വാൾപോട്ടെ, മട്ടി കളറ്, കമാനങ്ങള്, കബോർഡുകള്, നെറ്റുകള്, അതെല്ലാം ജനത്തിന് ഇളകും. കഴമ്പൊന്നും നോക്കിയാൽ ഇളകും. കാളെ കണ്ടപ്പോ ജനവിളക്കി. ജനവിളകുന്ന കണ്ടപ്പോൾ അകരോൻ ഇളകി. അത് അകരോൻ അത് കണ്ടാറേ. അകരോൻ ഇങ്ങനെ ഇളക്കം നടക്കുന്ന കാളെ കണ്ട് ജനവിളകുന്ന കണ്ട് അകരോൻ ഇളകി. അകരോൻ ഇളകുമ്പോ കൂട്ടം ഇളകി. ഉടനെ അവൻ അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു. അടുത്ത വാക്യം വായിച്ച അകരോൻ അത് കണ്ടാറേ. അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിത്. കാളയുടെ മുമ്പിൽ യാഗപീഠം പണിതു. ഉൽപ്പത്തി വായിക്കുന്നത് നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അപ്രകാരം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അകരോനോ കാളയ്ക്ക് പീഠം പണിതു. ഞാനിത് പറയട്ടെ, സമയം പോയതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ കാളയ്ക്ക് മുമ്പ് യാഗപീഠം പണിതേച്ച് യഹോ ബുദ്ധിമാന വെളിയിൽ ഒരു ബാനർ കെട്ടി നാളെ യഹോവയ്ക്ക് ഉത്സവം.
അവിടുത്തെ ബാനർ യഹോവയ്ക്ക്, അകത്ത് പടുതേക്കുന്ന കാളെ, അകത്ത് വരുമ്പോൾ ആളെയാണെന്ന് മൂരിയാണെന്ന് അറിയുന്നത്, അകത്തെ കാള അവിടെ യഹോവയ്ക്ക്. ജനമെല്ലാം കൂടെ കണ്ട് ഭയങ്കര തുള്ളലും ചാട്ടവും ബഹളം, അടിച്ച് മിന്നി. അടുത്ത ആ കണ്ണികയുടെ ഒടുവിൽ കിടപ്പുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് തിന്നാനും കുടിക്കാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. മലയാളത്തിൽ കളിപ്പാനെന്ന, തമിഴ് ബൈബിളിൽ കൊടുത്തിരുന്ന വിളയാടാൻ എഴുന്നേറ്റെന്ന. ഭയങ്കര വർഷിപ്പ്, ആരാധനയും മറ്റും എല്ലാം വിളയാണ്. ചുരുക്കി പറഞ്ഞ മോശ വന്നപ്പോൾ ഭയങ്കര ബലം. മോശ യോശുവായി ചോദിച്ചു, എന്തുവാടാ പതിവില്ല അച്ഛാ, അത് ഫയർ കോൺഫറൻസ് നടക്കാം, തീമടയാണ് ഫയർ അടിച്ച് മിന്നുക. അപ്പം മോശ കണ്ടിട്ടത്ര ഞാൻ പോയില്ല, സഭയൊക്കെ ഉണർത്തപ്പെടുന്നത് 40 days ഫാസ്റ്റ് അടിച്ച് മിന്നി, അടിക്കൊണ്ട് മിന്നി. മോശ വന്ന് നോക്കിയപ്പോൾ മുഴുവൻ കൊടാന്ന് കുഴഞ്ഞു കിടക്കുക. അവരോ ജനത്തെ കെട്ടടിച്ചങ്ങ് വിട്ടു. അതുകൊണ്ട് മോശ അവനോട് ചോദിച്ചു, നീ ജനത്തെ കെട്ടടിച്ചതെന്താ? വായിച്ച മോളെ 25-ാം വാക്യം, പുറപ്പാട് 32-25 വായിരേ. Exodus 32:25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അടിച്ചു വിട്ട് കളയാൻ. ജനം കെട്ടഴിഞ്ഞവരായി മലയാളത്തിൽ കെട്ടടിച്ചെന്നും അടിച്ചു വിട്ടെന്ന. പക്ഷെ തമിഴ് ബൈബിളായവൻ, ഞാൻ തമിഴ്നാട്ടിൽ പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരി വായിച്ചു, എന്തോ എഫക്റ്റാ. മലയാളത്തിൽ അത്ര പോരാ, തമിഴിനാ കുറച്ചുകൂടെ എഫക്റ്റ്. തമിഴ് അറിയാവുന്ന ആരെയും ഉണ്ടോ എന്ന് കൈപ്പൊക്കിക്കുക. തമിഴുകാര് ആരുമില്ല, എനിക്ക് മാത്രം അറിയാവുള്ളൂ. ആരെയും ഉണ്ടോ അത് സഹായത്തിന്? അപ്പൊ ഈ തമിഴ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ ഹാസ്യമായെന്നും അടിച്ചു വിട്ടെന്ന. തമിഴിൽ കൊടുത്തേക്കുന്ന എങ്ങനെയാ? ജനങ്ങൾ തങ്ങൾ പകയുറുക്കൾ അപമാനപ്പെടുത്തതാകെ ആരോധവർകളെ നിർവാണമായി ഇരിക്കുന്നത്, അവർ നിർവാണമായി ഇരിക്കുന്നത് മോശയെ കണ്ടെന്ന. തമിഴിൽ കൊടുത്തിരിക്കുന്ന സ്പഷ്ടം, നിർവാണമായി ഇരിക്കുന്നത്. തമിഴ് അറിയാൻ തോന്നുന്നു. മോനെ ഞാൻ അവിടെ പച്ച മലയാളത്തിൽ പറയണം, അല്ലാതെ പരിപാടി നടക്കാൻ ഇങ്ങോട്ടേക്ക് വരെ പാസ്റ്റൊക്കെ നോക്കണം, അടക്കം ഇരുന്നോണം, ഇതുപോലെ ഇരുന്നോളും. അപ്പൊ ഞാൻ പറയുന്ന പോലെ പറയണം. നിർവാണമായി ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ പച്ച മലയാളം പറയാമോ? അതിന്റെ തുണിയില്ലാതിരുന്ന. ഇംഗ്ലീഷിൽ നേക്കണം കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷ് ഇവിടെ വായിച്ചോ, ഒരു ഇംഗ്ലീഷ് കൊണ്ട് ഇരിക്കട്ടെ. വായി ഏതായാലും ഇന്നലെ ഇന്ന് പ്രസംഗിക്കാം, ഇംഗ്ലീഷോട് വായിക്കും. ഇംഗ്ലീഷാണ്. And when Moses saw that the people were broken loose, and when Moses saw that the people were broken loose, for Aaron had let them loose for the division among the enemies. ഇംഗ്ലീഷിൽ വസ്ത്രങ്ങളിൽ നിന്ന് തന്നെ മലയാളത്തിൽ തമിഴിലാണ് തന്നെ വിവസ്ത്രനായിട്ട് നിർവാണമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാളയത്തെ കൊണ്ട് തുള്ളിച്ച് ആട്ടവും ചാട്ടവും പാട്ടവും ഊത്തും കുഴലൂത്തും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നാടൻ ഭാഷ പറയാം, നേരിട്ടോവിന് ഒരെണ്ണത്തിന് തുണിയില്ല. നിങ്ങൾ ആ ഭാഗം പഠിച്ചു. ഇന്നത്തെ ആരാധനകരും സിംഹഭാഗവും യോഗ്യമായിട്ട് വസ്ത്രം നൽകിയതല്ലോ. ഇതെല്ലാം അവിടുത്തതാണ്. ദൈവങ്ങൾ യോഗ്യമായി ഈ പരിവർത്തനൊന്നും വരാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ യോഗ്യമായിരിക്കണം. പെന്തിക്കോസുകാരൻ ഈ ഞാൻ ന്യൂജേഴ്സി ചെന്നപ്പം മുസ്ലിം സഹോദരിമാരെ കണ്ടു. അയ്യോ, നിങ്ങൾ പർദായും വിട്ടു തലയിലും വിട്ടുകൊണ്ട് നടക്കുന്നു. നിനക്കെന്തോ തുണിയിടാൻ പറ്റാത്തത്? എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണം. ഞാൻ പേടിക്കൊന്നുമില്ല, പേടിക്കുന്ന ഉപദേശിമാരാണ്. ഇതിനെ പേടിക്കും. ദൈവമക്കൾ യോഗ്യമായിരിക്കണം. ഇഷ്ടപ്പെടുവൊന്നും വേണ്ടത്. ഞാൻ കോൺട്രാക്ട് എടുത്ത് ഇറങ്ങിയതല്ലോ. ഈ കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി. യോഗ്യമായിരിക്കണം. അവിടെ ഞാൻ കണ്ട് തലയെക്കെട്ടുകാർ ന്യൂയോർക്കിലും കണ്ട് പഞ്ചാബികൾ, അവർക്ക് അവരുടെ പ്രമാണം മാറ്റുന്നില്ലല്ലോ. യഹൂദന്മാരിതിലേക്ക് കൊണ്ട് തലയിലില്ലാണ്ട് തോപ്പി അവർ നടന്നാ പോകുന്ന യോഗത്തിന്. ശവത്തിൻ്റെ അന്ന് വണ്ടി പോലും അങ്ങനല്ലേ രണ്ടുകാരിൽ. ഞാൻ ചോദിക്കട്ടെ, അതിലൊക്കെ ശ്രേഷ്ഠമേറിയ പ്രമാണമുള്ളവരാ ദൈവമക്കൾ. അതുപോലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയ കാലത്ത് എന്തോ പകുതിയാ നട നടക്കുന്ന സമയത്ത് ഭയഭക്തിയോടാ നിൽക്കുന്നത്. ഇപ്പൊ ക്രൈസ്തവ ലോകത്ത് വന്നു കഴിഞ്ഞ് ആരാധനയ്ക്ക് ഭയമില്ല, പകുതിയില്ല, അവിടെ യാതൊരു ദൈവത്തോട് കൂടില്ല. ഇതെല്ലാം തെറ്റായ നടപടികളാണ്. എനിക്ക് വ്യക്തിവിദ്വേഷമില്ല, ആരോട് വൈരാഗ്യമില്ല. നമുക്കെല്ലാം നിത്യത കാണണം. സ്തോത്രം. ആരും നശിച്ചു പോകരുത്. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്.